Good evening. Good evening. Okay. Very good evening. എൻ്റെ പേര് പറഞ്ഞായിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം. എൻ്റെ പേര് പ്രേം കൃഷ്ണൻ എന്നാണ്. കമ്പനി സെക്രട്ടറിയാ. 2016-17 ഇയറിൽ ക്വാളിഫൈഡ് ആയതാണ്. ഐ എം ഫ്രം ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യാണ്. മെയിൻലി ഐ എം എ ഫാക്കൽറ്റി. CACS കോഴ്സസിന് കമ്പനി ലോ ആൻഡ് എക്കണോമിക് ലോസിന്റെ ഫാക്കൽറ്റിയാണ് ഞാൻ. ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് ക്ലാസ്സസ് എടുക്കുക. ഓക്കെ. ലൈക്ക് സെഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ let me tell you one thing, maximum പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്കിപ്പോ കുറച്ച് പേരല്ലേ ഉള്ളൂ, നമുക്ക് പാർട്ടിസിപ്പേഷൻ ഒരു കുഴപ്പമില്ല അല്ലെ. നിങ്ങൾക്ക് എന്നോട് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. എന്ത് സംശയം വന്നാലും ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്കായാലും നിങ്ങൾക്ക് എന്നെ നിർത്തി ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ ആണോ? ഒരു മടിയും വിചാരിക്കേണ്ട. കാര്യം ഞാനൊക്കെ ഒത്തിരി ഡൗട്ട്സ് മണ്ടത്തരങ്ങളാണോ എന്നൊന്നും ചിന്തിക്കാതെ ചോദിച്ച് തന്നെയാണ് ക്വാളിഫൈഡ് ആയത്. നിങ്ങൾക്കും ആ രീതിയിലുള്ള ഒന്നും വേണ്ട. ഞാൻ ഈ ചോദിക്കുന്നത് മണ്ടത്തരമാവോ, ചോദിച്ചാൽ അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ രീതിയിലുള്ള ഒരു തോട്ടും വേണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാം. ഇതിനിടയ്ക്ക് തന്നെ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ഡൗട്ട്സ് ഇട്ടാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഷുവർ സാർ. ഓക്കെ, എനിക്ക് മാക്സിമം ഇതുപോലെ ചാറ്റ് ഒക്കെ കണ്ടാലേ എനിക്കൊരു ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമ്മുടെ ടോപ്പിക് കമ്പനി ലോ. നിങ്ങൾക്കറിയാം CS-ന്റെ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന CS-ന്റെ ബൈബിൾ ആണ് അല്ലെ, മെയിൻ ടോപ്പിക് ആണ്. ശരി, നിങ്ങൾ എല്ലാരും പ്രിപ്പയർ ചെയ്തിരിക്കുകയല്ലേ കമ്പനീസ് ആക്ടിന്, കമ്പനി ലോയ്ക്ക്? ആണോ 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 അല്ലയോ? പറഞ്ഞോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്താ ഈ ഒരു മണിക്കൂറിൽ വേണ്ടത് അത് പറഞ്ഞേ. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് പഠിക്കേണ്ടതെന്ന് അറിയണോ, അതോ എക്സാം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതാണോ അറിയേണ്ടത്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഐ എം റെഡി ടു ഗിവ് യു ഹിയർ. അല്ലെന്നുണ്ടെങ്കിൽ ഐ ഹാവ് മൈ തിങ്സ്, ഞാനത് പറഞ്ഞു തന്നെ അങ്ങ് പോവാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി. അപ്പൊ എക്സാം എഴുതാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുവാണ്. നമുക്ക് കമ്പനീസ്, എക്സ്ക്യൂസ് മീ മാഡം, അവിടെ ഉണ്ടോ? എക്സ്ക്യൂസ് മീ, ഹലോ 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 മാഡം, സോറി, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാനായിട്ട്. ഹലോ. ഓക്കെ സാർ, ഹലോ, ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. യാ, ഓക്കെ. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് തന്നെ എടുക്കാം. കാരണം ക്വാളിഫൈഡ് ആവുന്നതിന് മുന്നേ പല രീതിയിലും നിങ്ങളുടെ CS-ന്റെ എക്സാം എഴുതി മീൻസ് പഠിക്കാതെ എഴുതാതെ ഇരുന്ന ആളാണ്, പഠിക്കാതെ എഴുതി തോറ്റ ആളാണ്, പഠിച്ച് എഴുതി തോറ്റ ആളാണ്, പഠിച്ചെഴുതി പിന്നെ ജയിച്ച ആളുമാണ്. അതായത് പല രീതിയിലും എക്സാമിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോ എല്ലാവരും എങ്ങനെയൊക്കെ എഴുതിയാൽ എക്സാം പാസ്സാവും എന്നുള്ളതിന് എനിക്ക് ആക്ച്വലി ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്. അപ്പൊ എന്റെ ഒരു നോളജ് ബേസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ പഠിച്ചാൽ ക്ലിയർ ആവും എന്നുള്ളത്. ഓക്കെ ആണോ? എടാ ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ കൂടുതൽ നിങ്ങളോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പാർട്ടിസിപ്പേഷൻ വരും. ഓക്കെ ആണോ? ഓക്കെ, ശരി. നമുക്ക് ആദ്യം, എനിക്കിപ്പോ എന്തായാലും നമുക്കൊരു 1.5 hours ഉള്ളൂ. നമുക്ക് ഫുൾ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അറിയാലോ, വാസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമേ നമ്മുടെ CS-ന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി എന്ന് വെച്ചാൽ ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ക്വസ്റ്റ്യൻസ് വരുന്നത് യൂഷ്വലി കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പാടൻ, എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഓക്കെ, ഏതെങ്കിലും വാക്കുകൾ മനസ്സിലായില്ലെങ്കിൽ യു കൻ ആസ്ക് മീ. ഓക്കെ, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലായും വരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടത്? കോൺസെപ്ച്വൽ ആയിട്ടാണ് പഠിക്കേണ്ടത്. ക്ലിയർ ആണോ? നമുക്ക് അത് എങ്ങനെയാണ് എന്നുള്ള രീതി ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. നമുക്ക് ബേസിക്സ് തന്നെ നോക്കാം. ഓക്കെ, ഞാൻ ചോദിക്കുവാണ്, എന്താണ് കമ്പനി? വാട്ട് ഈസ് എ കമ്പനി? എനിക്ക് ആൻസേഴ്സ് വേണം.
എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്താണ് കമ്പനി? ആർക്ക് വേണോ പറയാം, എന്ത് വേണോ പറയാം, എന്തും പറയാം. എന്താണ് കമ്പനി? നോക്കട്ടെ, ചാറ്റിൽ ഒരു മെസ്സേജ് വന്നു. ഓക്കെ, an artificial person incorporated under law. അടിപൊളി, കൊള്ളാം. കമ്പനി is an artificial person created by law. കൊള്ളാം, സൂപ്പർ. പിന്നെ ബാക്കി രണ്ടുപേരേ ഉള്ളോ? വേറെ ആരും ഇല്ല? ഇത്രേ ഉള്ളൂ? Artificial person created by law. Okay. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രേമ് കമ്പനി സെക്രട്ടറി അല്ല, ഒരു സാധാരണ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വേണ്ട, ഒരു ചായക്കട നടത്തുന്ന ഒരു സാധാരണക്കാരനാണ്. ഞാനാണ് നിങ്ങളോട് ചോദിച്ചത് എന്താണ് കമ്പനി എന്നുള്ള കാര്യം. എന്നോട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്താണ് കമ്പനി? മലയാളത്തിൽ പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒരു കമ്പനിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ഫങ്ഷണൽ ഡെഫിനിഷനാ ചോദിച്ചത്, ഒരു ജനറൽ ഡെഫിനിഷൻ എന്താണെന്ന് പറയും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൺവേ ചെയ്യാൻ നോക്കും. എന്താ കമ്പനി മാൻ? ആരും പറയുന്നില്ലേ ഇപ്പൊ? The company is a form of business organization. Okay, കൊള്ളാം. എന്നിട്ട് കുറച്ചുകൂടെ കൊള്ളാം. ഓക്കെ, മതി. അധികം പാർട്ടിസിപ്പേഷൻ വരുന്നില്ല. പ്ലീസ് മാക്സിമം നിങ്ങളൊന്ന് ചാറ്റിൽ മെസ്സേജ് ഇടണേ പ്ലീസ്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇട്ടോളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശരി, ഫൈൻ. ലെറ്റ്സ് സീ. കമ്പനി എന്ന് വെച്ചാല് ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് വരുന്നു. അവരുടെ കയ്യിലുള്ള കാശ്, മണി അല്ലെങ്കിൽ മണീസ് വർത്ത്, കാശ് തന്നെ ആവണമെന്നില്ല, അവരുടെ കയ്യിലുള്ള നോളജ് ആവാം, അവരുടെ കയ്യിലുള്ള അസറ്റ്സ് ആവാം, അങ്ങനെയുള്ള മണീസ് വർത്ത് അല്ലെങ്കിൽ മണി ഒരു കോമൺ സ്റ്റോക്കിലേക്ക് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ കോമൺ സ്റ്റോക്കിൽ നിന്നും അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ കോമൺ സ്റ്റോക്ക് അവരൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ബിസിനസ്സിൽ നിന്നും അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ പ്രോഫിറ്റ് ഈ പേഴ്സൺസ് തമ്മിൽ ഷെയർ ചെയ്യുന്നു. ഇതല്ലേ ഒരു ഫങ്ഷണൽ ഡെഫിനേഷൻ. ഒരു കമ്പനിയിലെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാല് കുറച്ച് ആളുകൾ ഒരുമിച്ച് വരുന്നു, കാശ് ഇടുന്നു, ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു, ഷെയർ ചെയ്യുന്നു. ഇതാണല്ലോ കമ്പനി. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. കറക്റ്റ് സാർ. ഓക്കെ, താങ്ക് യു. എതിർപ്പൊന്നുമില്ല. ഓക്കെ, ഫൈൻ. ഈ നിങ്ങളാണ് പറഞ്ഞത് ഇത് ശരിയാണോ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ കേട്ടിട്ട് ചായക്കടക്കാരനായ ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് വെച്ചോ. കമ്പനിയുടെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ, ABC, വെറൈറ്റി പേരായിക്കോട്ടെ. ABC എന്നുള്ളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ആണോ? പെൻ മാനുഫാക്ചറിങ് കമ്പനി. ഓക്കെ, പെൻ മാനുഫാക്ചറിങ്. ഓക്കെ ആണോ? കമ്പനി ഒരുവിധം പ്രോഫിറ്റബിൾ ആയിട്ട് കുറച്ചിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഒരു ദിവസം 3 സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ പോവുകയാണ്. 3 സിറ്റുവേഷൻസ്. ഓക്കെ, ഒന്ന്, രാവിലെ എഴുച്ചു, ന്യൂസ് പേപ്പർ വായിച്ചപ്പോ ഒരു ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് കണ്ടു. അതിൽ എഴുതിയൊക്കെയാണ്, അടുത്ത 3 വർഷത്തേക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പേനകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ വിളിക്കുന്നു. ബിഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഞാൻ ഹാപ്പി ആവോ സെഡ് ആവോ? പറഞ്ഞോ. ഹാപ്പി ആവോ സാഡ് ആവോ? പറഞ്ഞോ, റിപ്ലൈ വരട്ടെ. ഇത് കാണുമ്പോ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് രാവിലെ ഉറപ്പായിട്ടും ഐ വിൽ ബി ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷേ ആ ഗവൺമെന്റിന്റെ സൈറ്റിനകത്ത് ഞാൻ കയറി നോക്കിയപ്പോ ഇറ്റ് വാസ് റിട്ടൺ, എന്തെഴുതിയിരിക്കുമായിരുന്നു? ഓൺലി ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് മേ അപ്ലൈ. എന്റെ ഈ ബിസിനസ് കമ്പനി എന്ന് നിങ്ങൾ പറഞ്ഞ സാധനം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ അല്ലയോ? അല്ല.
ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ല. കേട്ടോ? രണ്ടാമത്തെ സിറ്റുവേഷൻ, ഐ വാസ് സാഡ്. ഓക്കെ, സാഡ്. ഓ ശരി. രണ്ടാമത്തെ സിറ്റുവേഷൻ, റെയ്നോൾഡ്സ് എന്ന കമ്പനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ അങ്ങോട്ടുള്ള റെയ്നോൾഡ്സിന്റെ പെൻ മാനുഫാക്ചറിങ്, ഡിസൈനിങ്ങും മാനുഫാക്ചറിങ്ങും എല്ലാം ഞാൻ ചെയ്യണം. റെയ്നോൾഡ്സിന്റെ ഹ്യൂജ് ബിഗ് ഡീല് വരുവാണ് എനിക്ക്. ഈ ഹ്യൂജ് ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് എന്ത് വേണം? കാശ് വേണം. എന്റെ കയ്യിൽ കാശുണ്ടോ? ഞാൻ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, 2 വർഷം ആയതുള്ളൂ, ഒരുപാട് കാശില്ല. വീണ്ടും സാഡ്. മൂന്നാമത്തെ സിറ്റുവേഷൻ, ഒരു കൺസ്യൂമർ എനിക്കെതിരെ കോടതിയിൽ കേസ് പോയി. കോടതി ഓർഡർ തന്നു. ഓർഡറിനകത്ത് 5 ലക്ഷം രൂപ പെനാൽറ്റി എനിക്ക് കിട്ടി. ഇത് ഞാൻ ഔട്ട് ഓഫ് മൈ പോക്കറ്റ് കൊടുക്കേണ്ടി വരുന്നു. മൂന്നും സാഡ് സിറ്റുവേഷൻസ്. ഓക്കെ ആണോ? ഗവൺമെന്റ് ടെൻഡർ വന്നു, പക്ഷെ കയറി നോക്കിയപ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. റെയ്നോൾഡ്സിന്റെ വലിയ ബിസിനസ് വന്നു, കാശില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രകാരം കോടതി എനിക്കെതിരെ 5 ലക്ഷം രൂപ പെനാൽറ്റി തന്നു. അത് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നു. ഉറപ്പായിട്ടും ഒരേ ദിവസം ആവുമ്പോ ആരായാലും വിഷമിക്കും, അല്ലെ? ശരി. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുവാണ്. നിങ്ങൾ ഇത് ചോദിച്ചപ്പോ നിങ്ങൾ CS-ന്റെ എക്സിക്യൂട്ടീവ് പഠിക്കുവായിരുന്നേ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വീണ്ടും വന്നപ്പോ നിങ്ങൾ CS ക്വാളിഫൈഡ് ആയി. ഓക്കെ, CS ക്വാളിഫൈഡ് ആയി. അപ്പൊ നിങ്ങൾ എന്ത് പറയും? എനിക്ക് ഞാൻ ചോദിക്കുവാണ്, ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ഞാൻ ഒരു ദിവസം ഫേസ് ചെയ്തു. ഓക്കെ ഫൈൻ, ഇതെന്തായാലും വന്നുപോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ, ഭാവിയില് എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതിനെന്താ ചെയ്യേണ്ടേ? ആസ് എ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്ത് പറയും നിങ്ങൾ? ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഭാവിയിൽ എനിക്ക് ഉണ്ടായാൽ എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റണം. എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അഡ്വൈസ് പ്ലീസ്, അഡ്വൈസ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്, പ്ലീസ് അഡ്വൈസ്. അഡ്വൈസ് ചെയ്താലേ എനിക്ക് അടുത്ത ബിസിനസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞോ. എന്താ ചെയ്യണ്ടേ? പറയില്ല? പറയടോ. CS ഇൻട്രാന്റെ ജാടയാണോ? പറഞ്ഞോ. സർ ആക്ച്വലി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആണോ? ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അല്ല, ഇത് എന്റെ ഒരു ബിസിനസ്. അതാ ഞാൻ പറഞ്ഞു, ഇത് കമ്പനിയുടെ ഫങ്ഷണൽ ഡെഫിനിഷൻ അല്ലേ ഞാൻ പറഞ്ഞു. താങ്ക് യു കേട്ടോ, ഐ എം വെരി ഹാപ്പി. ഒരാളെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് വന്നല്ലോ, വെരി ഹാപ്പി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ജനറൽ ഡെഫിനിഷനാ, കമ്പനിയുടെ ഡെഫിനിഷനാ. ഓക്കെ, അതായത് ജസ്റ്റിസ് ലിൻലെ എന്നൊരു വ്യക്തിയുണ്ട്. ഈ പുള്ളിക്കാരൻ എന്താണ് കമ്പനി എന്ന് ചോദിക്കുമ്പോൾ അയാൾ തന്ന ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞത്. എന്താണ്? എ കമ്പനി മീൻസ് an association of persons. ഞാനിത് മലയാളത്തിൽ പറഞ്ഞപ്പോൾ കൊള്ളത്തില്ല, ഇംഗ്ലീഷ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡെഫിനിഷനാണ്. A company means an association of persons who extend their money or money's worth into a common stock which is employed in a business and the profit made out of it is shared among the persons. General definition അല്ലെങ്കിൽ functional definition എന്ന് പറയും. അപ്പൊ അതനുസരിച്ച് അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ബിസിനസ് തുടങ്ങി. ഓക്കെ ആണോ? പറഞ്ഞുതരാം എന്താണ് ഇതെന്നുള്ളത്, ഞാൻ പറഞ്ഞുതരാം. I'll tell you that. ഓക്കെ, അപ്പൊ ഈ 3 സിറ്റുവേഷൻസ് എനിക്ക് ഭാവിയിൽ ഉണ്ടായാൽ ഫേസ് ചെയ്യാൻ എന്താ വഴി, എന്താ ചെയ്യണ്ട? ഞാൻ നിങ്ങളോട് വന്ന് ചോദിക്കുക, പറഞ്ഞോ. പറഞ്ഞോ, എന്തായാലും വന്നില്ലേ, ഇനി ഉത്തരം പറഞ്ഞിട്ട് CS-നെ അപ്പോയിന്റ് ചെയ്യാൻ പറയും. CS-നെ അപ്പോയിന്റ് ചെയ്യാനോ? കൊള്ളാം, വേറെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ. ആക്ച്വലി എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല സ്റ്റേജസിൽ നിന്ന് പഠിച്ച് പാസ്സായി വന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നി ഐ സ്റ്റോപ്പ് ഇറ്റ് ബൈ 1 hour. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് എന്തോ ഒരു കൂടുതൽ പറയണമെന്നുണ്ട് ഈ ഒരു സെഷനിൽ. ഓക്കെ, ശരി കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു കേസുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോ നിങ്ങൾ പറയും, എന്ത് പറയും? മിസ്റ്റർ പ്രേം, ഞാൻ അന്ന് പറഞ്ഞില്ലേ കമ്പനി, അതല്ല ശരിക്കും കമ്പനി. നമ്മുടെ കമ്പനീസ് ആക്ടില്
കമ്പനിയുടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താ ഡെഫിനിഷൻ മാൻ? ഡെഫിനിഷൻ ഏത് സെക്ഷനിലാ? പതുക്കെ നമ്മൾ കമ്പനീസ് ആക്ടിലേക്ക് കയറാം. എന്താ ഡെഫിനിഷൻ? ഡെഫിനിഷൻ സെക്ഷൻ ഏതാ? പറഞ്ഞു. ചാറ്റിൽ വരുമോ? ഒന്നും വന്നില്ലേ? കമ്പനിയുടെ ഡെഫിനിഷൻ എന്താണ് കമ്പനീസ് ആക്ടില്? subsection 20 അല്ലേ? സെക്ഷൻ 2 subsection 20. അതെ, അതിനകത്ത് എന്താ പറയുന്നത്? കമ്പനി എന്താണെന്നാ കമ്പനീസ് ആക്ട് പറയുന്നത്? A company incorporated under this Companies Act. Perfect. Or any other previous Companies Act. Perfect. A company means, pardon my handwriting, company means ഇങ്ങനെ തന്നെയാണ് ലെറ്റേഴ്സ്. A company means a company incorporated under the Companies Act. നിങ്ങൾ അധികം എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും വൃത്തിയായിട്ട് എഴുതുന്നത്. Under the Companies Act, under this act അല്ലേ? Under this act or under any other previous laws, any other previous Companies Act എന്ന് എഴുതാം. Any other previous acts relating to companies. ഇതാണ് ഡെഫിനിഷൻ. ഇതാണല്ലോ ഡെഫിനിഷൻ. നിങ്ങൾ എന്നോട് പറയുവാണ്, പ്രേമേ അന്ന് ഞാൻ പറഞ്ഞ കമ്പനി ഇല്ലേ, അതല്ല ശരിക്കും കമ്പനി, അത് ഒരു സാധാ ബിസിനസ് ആണ്. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നോ, ഒരാളെ ഉള്ളുവെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നോ, പാർട്ട്ണർഷിപ്സ് എന്നോ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നോ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്നോ എന്ത് വേണോ വിളിക്കാം. അതല്ല ശരിക്കും കമ്പനി. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 കമ്പനിയുടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആ ഡെഫിനിഷൻ പ്രകാരമുള്ള കമ്പനിയാണ് യഥാർത്ഥ കമ്പനി. എന്താ ഡെഫിനിഷൻ നോക്കിയേ? എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് ഇല്ലേ, ഈ ബിസിനസിനെ കമ്പനീസ് ആക്ടിനുള്ളിൽ പറയുന്ന പ്രൊസീജിയർ, കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 7 ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയർ തന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആണ് ഇൻകോർപ്പറേഷൻ ആണല്ലോ. ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ. അപ്പൊ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 7 പറയുന്ന പ്രകാരം ഒരു ബിസിനസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ കമ്പനി ആവുന്നത്. മനസ്സിലായി? കമ്പനീസ് ആക്ടിൽ തന്നെ സെക്ഷൻ 7 പറയുന്ന പ്രകാരം ആ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങളുടെ ബിസിനസിനെ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ കമ്പനിയായി മാറുന്നത്. ക്ലിയർ ആണോ? എ കമ്പനി മീൻസ് എ കമ്പനി, അതായത് ഈ ജസ്റ്റിസ് ലിൻലേയുടെ കമ്പനിയെ കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്താൽ അത് കമ്പനീസ് ആക്ടിലെ കമ്പനിയായി. ക്ലിയർ ആണോ? എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ പറയുവാണ് നിങ്ങളുടെ കമ്പനി അല്ല യഥാർത്ഥ കമ്പനി, കമ്പനീസ് ആക്ടിനുള്ളിലെ കമ്പനിയാണ് യഥാർത്ഥ കമ്പനി. നിങ്ങൾ കമ്പനീസ് ആക്ടിലെ കമ്പനി ആക്കൂ നിങ്ങളുടെ കമ്പനിയെ. അങ്ങനെ കമ്പനീസ് ആക്ടിലെ കമ്പനി ആക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 സിറ്റുവേഷൻസും ഭാവിയിൽ ഫേസ് ചെയ്യാൻ ഈസി ആയിരിക്കും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ നിങ്ങളുടെ ഈ ബിസിനസിനെ അല്ലെങ്കിൽ ജസ്റ്റിസ് ലിൻലേയുടെ കമ്പനിയെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ടിലെ കമ്പനിയായി. അങ്ങനെ കമ്പനീസ് ആക്ടിലെ കമ്പനി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻസ്, ഈ പറഞ്ഞ 3 ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ അതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടായാൽ യു ക്യാൻ ഡീൽ ഇറ്റ്, ഈസിലി ഹാൻഡിൽ ഇറ്റ്. ശരിയാണോ തെറ്റാണോ? രണ്ടുത്തരേ ഉള്ളൂ, ഏതെങ്കിലും ഒന്ന് പറയാം. ശരിയാണ് സർ, ശരിയാണ്. ശരിയാണ്. എങ്ങനെ? എങ്ങനെ അരവിന്ദേ? എന്തുകൊണ്ടാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? കാരണം കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ. പെർഫെക്റ്റ്. അടിപൊളി. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഈ ബിസിനസിനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോ ആ ബിസിനസിന് എന്ത് കിട്ടും? കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും. എന്തൊക്കെയാ ഫീച്ചേഴ്സ്? ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാ ഫീച്ചേഴ്സ്? പറഞ്ഞോ. എല്ലാ ഫീച്ചേഴ്സും പോന്നോട്ടെ. പറഞ്ഞോ. കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മാൻ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അങ്ങനെ വരട്ടെ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കോമൺ സീൽ. കോമൺ സീൽ ഇപ്പൊ ആക്ച്വലി മാൻഡേറ്ററി അല്ല, കോമൺ സീൽ ഓപ്ഷണൽ ആണ്. അപ്പൊ അത് നമുക്ക് വേണ്ട, ഈ സൈഡിൽ എഴുതി വെച്ചേക്കാം. പറഞ്ഞതല്ലേ ഇരുന്നോ. പിന്നെ നമുക്കൊരു മെയിൻ ആയിട്ട് ഒരു 5 ഫീച്ചേഴ്സ് മതി എനിക്കിപ്പോ ഇന്നത്തെ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പെർഫെക്റ്റ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പെർപച്വൽ സക്സഷൻ.
transferability of shares. ഇരുന്നോട്ടെ, സൈഡിൽ ഇരുന്നോട്ടെ. ഇതൊക്കെ ഇതിന്റെ ഒരു സബ് പാർട്ടായിട്ട്, ഇതൊക്കെ ഫീച്ചേഴ്സ് ആണ്, അല്ല എന്നല്ല, ഇതിന്റെ ഒരു സബ് പാർട്ടായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. അത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ Limited liability. പെർഫെക്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം, സെപ്പറേറ്റ് മാനേജ്മെന്റ്. ഓക്കെ, നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നതാണ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ ഈ 3 സിറ്റുവേഷൻസും ഫേസ് ചെയ്യാൻ പറ്റും. കാരണം കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടും. ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയോ? ഏതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു തരണോ? ഏതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു തരണോ? ഫീച്ചേഴ്സ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പറഞ്ഞു തരണോ വേണ്ടയോ എന്നുള്ള കാര്യം. No, sir. നോ സർ. ഓക്കെ, ഫൈൻ. ആരാണ് നോ എന്ന് പറഞ്ഞേ? മുഹമ്മദ്, എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ? മുഹമ്മദ് ആണെന്ന് തോന്നുന്നു. പറഞ്ഞോ, എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ? അല്ലെങ്കിൽ അജേഷ്, ആർക്ക് വേണോ പറയാം. എന്താ ആർട്ടിഫിഷ്യൽ പേഴ്സൺ? പോയോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്താണെന്ന് ചോദിച്ചപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞോ, എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ? It means it's recognized by the law as a legal person. അതായത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അയാൾക്ക് it can be sued and be sued. ഓക്കെ, ഫൈൻ. ശരി, ഓക്കെ, ഫൈൻ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ശരിയാണ് കേട്ടോ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താണ്? ആര് പറയും? Distinct from its owners. ശരി, ഓക്കെ, ഫൈൻ. നിന്നോ, കുഴപ്പമില്ല. എടാ, ഞാൻ ഇന്നിപ്പോ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ ചാപ്റ്റർ വൈസ് എടുത്ത് എനിക്ക് ക്ലാസ് തരാൻ പറ്റത്തില്ല ഇപ്പൊ 1.5 hours. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാം. ഓക്കെ ആണോ? ഈ രീതിയിൽ പഠിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 10 marks ഗ്യാരണ്ടി ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ അറിയത്തില്ല 10 മാർക്ക് കയറുന്നത് എങ്ങനെയാണ്. ഓക്കെ, അതെന്റെ ഗ്യാരണ്ടി. കേട്ടോളൂ, 10-15 മാർക്ക് കയറും, ഗ്യാരണ്ടി. കേട്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് 3 സിറ്റുവേഷൻസും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആണല്ലോ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഈ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും കമ്പനീസ് ആക്ടിനകത്ത് പഠിക്കാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ഈ ഫീച്ചേഴ്സ് ഓരോന്നും ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാനുള്ളത്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ഉറപ്പാണോ? ഞാൻ എന്തും പറയും, ഞാൻ ചിലപ്പോ തെറ്റ് പറയും. എടാ കേട്ടോ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വെച്ചാല് എന്താ ഉദ്ദേശിക്കുന്നത്? വൺസ് നിങ്ങൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? നിങ്ങൾ ഒരു പേഴ്സണ് ബർത്ത് കൊടുത്ത് നിർത്തിക്കുക. കാണാമോ? ഇവിടെ കണ്ടോ? ഒരാൾക്ക് ബർത്ത് കൊടുത്ത് ഇങ്ങനെ നിർത്തിക്കുക. കാണാമോ? നാച്ചുറൽ പേഴ്സൺ അല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പേഴ്സണ് നിങ്ങൾ ജന്മം കൊടുത്തു ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഈ വ്യക്തി, വ്യത്യാസം എന്താണ്? ഈ വ്യക്തി നാച്ചുറൽ പേഴ്സണിനുള്ള ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും ഈ വ്യക്തിക്ക്, അല്ലെ? ലാൻഡ് ഹോൾഡ് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാം, അങ്ങനെ ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും. എന്നാൽ നാച്ചുറൽ പേഴ്സൺ ചെയ്യുന്ന നാച്ചുറൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റത്തില്ല. ഉറങ്ങാൻ പറ്റില്ല, ഉണ്ണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ ഒരു വ്യക്തിക്ക് നിങ്ങൾ ബർത്ത് കൊടുത്തു, ആണല്ലോ. യെസ്. നാച്ചുറൽ പേഴ്സണിന് ബയോഡാറ്റ ഉണ്ടാവുമല്ലോ, ഉണ്ടാവത്തില്ലേ? ബയോഡാറ്റ ഉണ്ടാവും. പകരം ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്തുണ്ട്? ബയോഡാറ്റയ്ക്ക് പകരം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നോ, ബയോഡാറ്റയ്ക്ക് പകരം നമ്മുടെ ബയോഡാറ്റയിൽ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് നോക്കിയേ. പേര്, അഡ്രസ്, സ്കിൽസ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പെർഫെക്റ്റ്. ഏറ്റവും അവസാനം ബയോഡാറ്റയിൽ ഏറ്റവും ലാസ്റ്റ് എന്തുണ്ടാവും? നമ്മുടെ സൈൻ ഉണ്ടാവും, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിക്ക്. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നാച്ചുറൽ പേഴ്സണിന് ഉറപ്പായിട്ടും ഡെയിലി പ്ലാനിങ് ചെയ്യും. ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഒരു നാച്ചുറൽ പേഴ്സണിന് യൂഷ്വലി ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും.
ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഡെയിലി പ്ലാനിങ് നടത്തും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ ഇപ്പോ, നിങ്ങളുടെ ഒരു വിഷൻ എന്താണ് ഇപ്പോ, അല്ലെങ്കിൽ മിഷൻ എന്താണ് ഇപ്പോ? ഈ വിഷനും മിഷനും ഒക്കെ ഭയങ്കര ഡൗട്ടാ അല്ലേ? നിങ്ങളുടെ മിഷൻ എന്താണ് ഇപ്പോ? CS പാസ്സാവുക എന്നുള്ളതാണെന്നല്ലേ? അല്ലേ? ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി പ്ലാനിങ് നടത്തും. രാവിലെ 5 മണിക്ക് അലാം വയ്ക്കും. 5 o'clock അലാം. 5 മണിക്ക് അലാറം കറക്റ്റ് ആയിട്ട് അടിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സ്നൂസ് ചെയ്യും. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അലാം അടിക്കും, വീണ്ടും സ്നൂസ് ചെയ്യും. ഓൾട്ടർ ചെയ്ത് ഡെയിലി പ്ലാനിങ് എല്ലാം വരുത്തി അത് ഓൾട്ടർ ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ ആ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ നോക്കും. ശരിയാണോ? ഇതേപോലെ കമ്പനിയുടെ ഡെയിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കമ്പനി ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ പ്ലാനിങ് എങ്ങനെയാണ്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് എഴുതി വെക്കുന്ന ഡോക്യുമെന്റ് ഏതാണ് കമ്പനിക്ക്? നാച്ചുറൽ പേഴ്സണിന് ഡെയിലി പ്ലാനിങ് ചെയ്യുന്നത് പോലെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ മാനേജ്മെന്റ് മുന്നേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എഴുതി വെക്കുന്ന ഡോക്യുമെന്റ് പറഞ്ഞോ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇന്റേണൽ മാനേജ്മെന്റിന്റെ റൂൾസ് സെറ്റ് ചെയ്യുന്ന സ്ഥലം. അതിനകത്ത് കമ്പനിയുടെ എല്ലാ പ്രൊസീജിയേഴ്സും ഉണ്ടാവും. കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ്സ് എത്ര എണ്ണം കണ്ടക്ട് ചെയ്യും, കമ്പനി എത്ര ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തു, കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫറിന്റെ പ്രൊസീജിയർ എന്താണ്, കമ്പനിയുടെ പ്രോഡക്ട്സിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും ആർട്ടിക്കിൾസിനകത്ത്. ഒബ്ജക്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ മാനേജ്മെന്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ആർട്ടിക്കിൾസിൽ എഴുതിയിരിക്കുന്നത്. ആർട്ടിക്കിൾസ് തോന്നിയതുപോലെ എപ്പോൾ വേണോ ഓൾട്ടർ ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഓക്കെ ആണോ? മെമ്മറാൻഡം ഓൾട്ടർ ചെയ്യാം. അപ്പൊ ആർട്ടിഫിഷ്യൽ പേഴ്സണിൽ നിന്ന് നമ്മൾ മെമ്മറാൻഡം ആർട്ടിക്കിൾസ് എന്നുള്ള ടോപ്പിക്സിലേക്ക് കയറി. സെക്ഷൻ 4, 5, 13, 14 ഒരുപാട് സെക്ഷൻസ് അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ അല്ലയോ? അതെ, എനിക്കറിയാണെന്ന് നിങ്ങൾ പറയില്ല, എനിക്കറിയാം. ശരി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താണ് മാൻ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി separate from owners. സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ് അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഞാൻ പറയാം. ഇത് നമ്മുടെ മെമ്പർ, ഇത് കമ്പനി. ഓക്കെ, ഞാനാണെന്ന് വെച്ചോ, ഈ കമ്പനിയുടെ മെമ്പർ ഞാനാണ്. ഓക്കെ, ഞാൻ ഈ കമ്പനിയിൽ 70% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു. വൃത്തിയില്ല, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. 70% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഈ കമ്പനി ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തു, ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്തു. എന്നിട്ട് ഈ കമ്പനി ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു. ഓക്കെ ആണോ? ഞാനാണ് അതിന്റെ 70% ഷെയർ ഹോൾഡ് ചെയ്യുന്ന മെയിൻ ആള്. കമ്പനി ഒരു കോൺട്രാക്ട് തേർഡ് പാർട്ടിയുമായിട്ട് എൻ്റർ ചെയ്തു, എന്നിട്ട് അത് ബ്രീച്ച് ചെയ്തു. ഈ തേർഡ് പാർട്ടി കേസ് കൊടുക്കത്തില്ലേ? കേസ് കൊടുക്കത്തില്ലേ? ഉറപ്പായിട്ടും കേസ് കൊടുക്കും. ആർക്കെതിരെ കേസ് കൊടുക്കും? കമ്പനിക്കെതിരെ കൊടുക്കോ അതോ എനിക്കെതിരെ കേസ് കൊടുക്കോ? പറഞ്ഞോ പറഞ്ഞോ. കമ്പനിക്കെതിരെ. കാരണം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താ അതിനകത്ത് പറയണേ? കമ്പനിയും മെമ്പേഴ്സും രണ്ട് വ്യക്തികളാണ്. കമ്പനി ചെയ്യുന്ന ഓരോ ആക്സിനും മെമ്പേഴ്സ് ലയബിൾ ആവുന്നില്ല. മെമ്പേഴ്സ് ചെയ്യുന്ന ആക്സിന് മെമ്പേഴ്സ് ആയിരിക്കും ലയബിൾ ആവുന്നത്. കമ്പനി ചെയ്യുന്ന ഓരോ ആക്സിനും കമ്പനി തന്നെ ആയിരിക്കും ലയബിൾ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഈ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നമ്മുടെ ചാർജസ്, അങ്ങനെ ഡിവിഡൻഡ്, അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ശരി. അടുത്തത് പെർപച്വൽ സക്സഷൻ. എന്താണ് പെർപച്വൽ സക്സഷൻ? അതായത് മരണം കാരണം അങ്ങനെ ഒരു സ്റ്റോപ്പില്ല, കമ്പനി ഫോർവേഡ് ആണ്. ശരി, ഓക്കെ. പെർപച്വൽ സക്സഷൻ എല്ലാവർക്കും അറിയാം. ഇൻഫാക്ട് ഞാനും ഇന്റർ പഠിച്ചപ്പോൾ എനിക്ക് ആകെ അറിയാന്നുള്ള കുറച്ച് ടോപ്പിക്സിലാണ് പെർപച്വൽ സക്സഷൻ. ഓക്കെ, ഫൈൻ. പെർപച്വൽ സക്സഷൻ ഞാനൊന്ന് പറയാം. ഇതൊരു ബിൽഡിംഗ്, എളുപ്പമാണ്. ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എടുക്കാൻ. ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങില് ഈ കമ്പനിക്ക് മൊത്തം 100 മെമ്പേഴ്സ് ഉണ്ട്. കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് നടക്കുകയാണ്. ഓക്കെ, ഈ കമ്പനിക്ക് ഈ ഒരു ഒറ്റ ബിൽഡിംഗേ ഉള്ളൂ. 100 മെമ്പേഴ്സും ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നു. മൊത്തം 12 ഡയറക്ടേഴ്സ് ഉണ്ട്. 12 ഡയറക്ടേഴ്സും ആ ബിൽഡിങ്ങിനകത്തുണ്ട്. ഓക്കെ, ഒറ്റ ബിൽഡിംഗേ ഉള്ളൂ കമ്പനിക്ക്, വേറെ ഒരു ബിൽഡിംഗും എവിടെയില്ല. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു?
എന്ത് സംഭവിച്ചു പറഞ്ഞോ? പൊട്ടിത്തെറിച്ചു. പിന്നല്ല, ബോംബ് ബ്ലാസ്റ്റ്. ഫസ്റ്റ് ക്ലാസ് തന്നെ നല്ല പോസിറ്റീവ് നോട്ടോട് കൂടി തുടങ്ങാം. ബോംബ് ബ്ലാസ്റ്റ്. എല്ലാ മെമ്പേഴ്സും മരിച്ചു, ഡയറക്ടേഴ്സും മരിച്ചു. കമ്പനി മരിച്ചോ? ഇല്ല. ആക്ച്വലി ഐ എം സോറി, ഒരു കാര്യം കൂടെ പറയട്ടെ. എല്ലാ ക്ലാസ്സിലും എന്നോട് പറയുന്നതാണ്, സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ സുരാജ് വെഞ്ഞാറമൂടിന് ഓർമ്മ വരുന്നു. തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയാതെ വന്നു പോകുന്നതാണ്. ഓക്കെ, ശരി. ബോംബ് പൊട്ടിത്തെറിച്ചു, കമ്പനി മരിച്ചോ? മരിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? പെർപെച്വൽ സക്സഷൻ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കോൺസെപ്ച്വൽ ആയിട്ട് പഠിക്കുക, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ പെർപെച്വൽ സക്സഷൻ എന്താണെന്ന് മനസ്സിലായി അല്ലെ? എന്തിനാണ് പെർപെച്വൽ സക്സഷൻ? ആരുത്തരം പറയും? എന്തിനാ ഇങ്ങനെ ഒരു ഫീച്ചർ കമ്പനിക്ക് കൊടുത്തേക്കുന്നത്? ഇത്രയും കട്ടിയുള്ള വാക്ക് വെച്ചിട്ട് പെർപെച്വൽ സക്സഷൻ വെറുതെ കൊടുത്തതാണോ? അല്ല. എന്തിനാ പെർപെച്വൽ സക്സഷൻ? ഒരു കമ്പനിക്ക് എന്തിനാ പെർപെച്വൽ സക്സഷൻ? അതായത് ഒരു മെമ്പർ കാരണം കമ്പനി നിന്ന് പോകാൻ പാടില്ല. നിന്ന് പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? നിന്നാ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. കുറച്ചുകൂടെ ചിന്തിക്കേ. ഈ പെർപെച്വൽ സക്സഷൻ എന്നുള്ള ചാപ്റ്റർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക്, അല്ലെ, ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളേ? ഏത് ചാപ്റ്ററാ പഠിക്കാനുള്ളേ? ലീഗലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി ലീഗലായിട്ട് തന്നെ കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് വൈൻഡ് അപ്പ് ചെയ്താൽ മാത്രമേ അത് മരിക്കത്തുള്ളൂ. വൈൻഡിങ് അപ്പ് എന്നുള്ള വലിയ ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ? ഞാൻ ഇതിപ്പം എനിക്ക് 1 മണിക്കൂർ എങ്ങനെ തീർക്കണം എന്നുള്ളതാ. ഞാൻ ഇപ്പൊ വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വൈൻഡിങ് അപ്പ് എന്താണ് മാൻ? അത് കമ്പനി ഫോർമലായിട്ട് നിർത്തുക. അപ്പൊ ലിക്വിഡേഷൻ എന്താണ് മാൻ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ലിക്വിഡേഷൻ അസറ്റ്സും ലയബിലിറ്റീസ് എല്ലാം തീർത്ത്, ഐ മീൻ ലൈക്ക്. ഓക്കെ ഫൈൻ. അപ്പൊ ഡിസൊല്യൂഷൻ എന്താണ് മാൻ? പെർമനന്റ് ആയിട്ട് കമ്പനി ഡിസോൾവ് ചെയ്യുക, അതല്ല ഡിസൊല്യൂഷൻ. പെർമനന്റ്ലി ഡിസോൾവ് ചെയ്യുക. അപ്പൊ വൈൻഡിങ് അപ്പ് അതിന്റെ പറയുന്ന പ്രോസസ്സിനെ അല്ല പറയാ, കമ്പനി ഡിസോൾവ്. അടിപൊളി അരവിന്ദ്, അടിപൊളി. പെർഫെക്റ്റ്. ഓക്കെ ഫൈൻ. അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട് സമയം. ഇപ്പൊ നമുക്ക് അതിലേക്ക് പോകണ്ട. കറക്റ്റ് ആണ് അരവിന്ദ് പറഞ്ഞത്, കറക്റ്റാ. ഓക്കെ ഫൈൻ, ശരി. അപ്പൊ നമ്മുടെ പോയിന്റ് പെർപെച്വൽ സക്സഷൻ. എന്തിനാണ് പെർപെച്വൽ സക്സഷൻ? വൈൻഡിങ് അപ്പ് ചാപ്റ്റർ പഠിക്കാനുള്ളത് ഇതുകൊണ്ടാണ്. എന്തിനാണ് പെർപെച്വൽ സക്സഷൻ? എടാ നോക്കിക്കേ, അതാണ് കോൺസെപ്ച്വലി നോക്കണം എന്ന് പറഞ്ഞ. എന്തിനാണെന്ന് ചിന്തിക്കുക. എടാ ഇവിടെ മെമ്പേഴ്സ് മരിച്ചു, ഡയറക്ടേഴ്സ് മരിച്ചു, അതിനോടൊപ്പം കമ്പനി മരിച്ചാൽ എന്ത് സംഭവിക്കും? കമ്പനിക്ക് കുറെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, കമ്പനിക്ക് കുറെ എംപ്ലോയീസ് അല്ലാതെ ഈ ബിൽഡിങ്ങിന് പുറത്തു പോയവർ മാർക്കറ്റിംഗ് എംപ്ലോയീസ് ഉണ്ടാവും, കമ്പനിക്ക് അല്ലാതെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ടാവും, കമ്പനിക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടാവും ഇല്ലേ? ഇവരൊക്കെ എന്ത് ചെയ്യും? കമ്പനി മരിച്ച അവരുടെ കാശ് നഷ്ടപ്പെടും. അപ്പൊ എന്തിനാ പെർപെച്വൽ സക്സഷൻ? കമ്പനി എന്തിനാ തുടരുന്നേ? സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ആണോ? അല്ലേ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്തിനാ? ആലോചിച്ച് നോക്കിയേ. കമ്പനി ചെയ്യുന്ന ആക്ടിന് മെമ്പേഴ്സ് ലയബിൾ അല്ല. എന്തിനാ? ആരെയും പ്രൊട്ടക്ട് ചെയ്യാനാണോ? സിമ്പിൾ അല്ലേ? കമ്പനി ചെയ്യുന്ന ആക്ട്സിന് മെമ്പേഴ്സ് ലയബിൾ അല്ല. ഡയറക്ട്ലി ഇനിയിപ്പോ ആൻസർ പറഞ്ഞാൽ പോരെ. ആരെ പ്രൊട്ടക്ട് ചെയ്യാനാ? മെമ്പേഴ്സിനെ. മെമ്പർ എന്ന് പറയുമ്പോൾ സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് അത് ബേസ് ചെയ്ത് പഠിക്കാനുണ്ട്. ഓക്കെ ഫൈൻ. ലിമിറ്റഡ് ലയബിലിറ്റി എന്താണ് മാൻ? ലിമിറ്റഡ് ലയബിലിറ്റി മെമ്പേഴ്സിന് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാ അതായത് കമ്പനി പറയാ കമ്പനി ഓക്കെ ഫൈൻ, ഞാൻ പറയാം. ഓക്കെ, കമ്പനി 100 രൂപയുടെ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പ്രേം എന്നുള്ള ഒരു വ്യക്തി ഈ 100 രൂപയുടെ 1000 ഷെയർസ് വാങ്ങിച്ചു.
1000 shares of ₹100 each. ഓക്കെ ആണോ? ഈ 100 രൂപയും ആദ്യമേ കമ്പനി വാങ്ങുമോ? 100 രൂപ ഫുള്ളി അങ്ങ് വാങ്ങുമോ ആദ്യം? ഇല്ല, വാങ്ങത്തില്ല. കോൾസ് വെച്ചിട്ടാ. കോൾസ് വെച്ചിട്ടാ. അതായത് ആദ്യം ഞാൻ ഈ കമ്പനിയിൽ മെമ്പർ ആവാൻ പോകുമ്പോൾ എന്ത് കൊടുക്കും? ആപ്ലിക്കേഷൻ മണി കൊടുക്കും. ആ കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഫോം തരും. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ മണി ഒരു എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 50 രൂപയാണെന്ന് വെച്ചോ, 50 രൂപ കൊടുത്തു. ബാക്കി എപ്പോ വാങ്ങും കമ്പനി കോൾസ് വിളിക്കും. കമ്പനി ഫസ്റ്റ് കോൾ വിളിച്ചു, എത്ര രൂപ? 25 rupees ഫസ്റ്റ് കോൾ വിളിച്ചു. ഓക്കെ ആണോ? അതും ഞാൻ കൊടുത്തു. മൊത്തം എത്ര കൊടുത്തു? 75 rupees കൊടുത്തു. ഇനി എത്ര കൊടുക്കാനുണ്ട്? 25 rupees കൊടുക്കാനുണ്ട്. ഓക്കെ ആണോ? സെക്കൻഡ് കോള് വിളിക്കുന്ന സമയമായപ്പോ കമ്പനി നഷ്ടത്തിൽ പോയി, ഭയങ്കര ഇഷ്യൂസ് ആയി, ഡിപ്രഷൻ, നഷ്ടത്തിലായി. ഓക്കെ ആണോ? അതുകൊണ്ട് കമ്പനി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓണർ അല്ലേ, നിങ്ങൾ 25 രൂപയെ ബാക്കി തരാനുള്ളൂ, പക്ഷെ കമ്പനി നഷ്ടത്തിലാണ്, ഒരു കാര്യം ചെയ്യൂ, ഒരു 50 രൂപയായിട്ട് തരുമോ? ചോദിക്കാൻ പറ്റുമോ കമ്പനിക്ക്? പറ്റില്ല. കാരണം ചോദിക്കാൻ പറ്റും, പക്ഷെ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ? അതാണ്. അതായത് ഞാൻ എന്റെ ഈ കമ്പനിയിലുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്, ഞാൻ എത്ര തുക ബാക്കി കൊടുക്കാനുണ്ടോ, ഷെയറിന് എത്ര രൂപ ബാക്കി കൊടുക്കാനുണ്ടോ അത്ര മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട, ഞാൻ തരൂല. ലിമിറ്റഡ് ലയബിലിറ്റി. എന്റെ ലയബിലിറ്റി വിൽ ബി ലിമിറ്റഡ് ടു ദ എമൗണ്ട് അൺപെയ്ഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ശരി. അപ്പൊ ഇത് പറയുമ്പോ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഗ്യാരണ്ടി കമ്പനി കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ് ഗ്യാരണ്ടി കമ്പനി? ഒരു ഷെയർ ഹോൾഡർ എത്രയാണോ ഗ്യാരണ്ടീഡ് എമൗണ്ട് അതുവരെ. പറഞ്ഞപ്പോഴേ തെറ്റി. ഇറ്റ്സ് എ ഫോം ഓഫ് ടൈപ്പ് ഓഫ് കമ്പനി അല്ലേ? ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. ഗ്യാരണ്ടി മാത്രമുള്ള കമ്പനി ആണെങ്കിൽ ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. പകരം ഈ കമ്പനിയിൽ എനിക്ക് മെമ്പർ ആവണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ കമ്പനിക്ക് ഗ്യാരണ്ടി കൊടുക്കും. എടാ മ്യൂട്ട് ചെയ്യോ? ഓക്കെ, ഞാൻ ഗ്യാരണ്ടി കൊടുക്കും. എന്നിട്ട് പറയും, ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ മെമ്പർഷിപ്പ് കളഞ്ഞു പോകുന്ന സമയത്ത്, വിട്ടിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇത്ര രൂപ പേ ചെയ്തോളാം എന്ന് ഗ്യാരണ്ടി കൊടുത്തിട്ട് ആ കമ്പനിയുടെ മെമ്പർ ആവും ഞാൻ. ഓക്കെ ആണോ? ഈ കേസിൽ എന്റെ ലയബിലിറ്റി എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ ഈ കേസിൽ എന്താണ് ലയബിലിറ്റി? കമ്പനിയുടെ വൈൻഡിംഗ് അപ്പിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മെമ്പർഷിപ്പ് വിട്ടു പോകുമ്പോൾ, ഞാൻ എത്ര തുകയാണോ ഗ്യാരണ്ടി പറഞ്ഞിരുന്നത് അത്ര മാത്രമേ എന്നോട് ചോദിക്കാവൂ. കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ തരില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഷെയർ ഹോൾഡർ എന്ന് ഇയാളെ വിളിക്കാൻ പറ്റുമോ? എന്നെ ഷെയർ ഹോൾഡ് ചെയ്താലല്ലേ ഷെയർ ഹോൾഡർ ആവുള്ളൂ. ഞാൻ ഇവിടെ ഗ്യാരണ്ടി ഹോൾഡർ ആണ് അല്ലേ? ചില കമ്പനിയിൽ രണ്ടും ഉണ്ട്, ഷെയർ ക്യാപിറ്റലും ഉണ്ട്, ഗ്യാരണ്ടിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും കാണും, ഗ്യാരണ്ടി ഹോൾഡേഴ്സും കാണും. ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണോ? ഇപ്പോ ഷെയർ ഹോൾഡർ എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആള്, മെമ്പർ എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ഗ്യാരണ്ടി ഹോൾഡേഴ്സും ഉണ്ടാവും. എല്ലാവരെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന ജനറൽ ടേം ആണ് മെമ്പർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതെന്തിനാ ഇപ്പൊ പറഞ്ഞേ? അറിയത്തില്ല. ഇതാ ഞാൻ ഒന്ന് തൊട്ട് പോകുമ്പോ അങ്ങോട്ടും ഒരുപാട് പോകാൻ തോന്നും. ഓക്കെ ഫൈൻ. മാക്സിമം എന്നെ റെസ്ട്രിക്ട് ചെയ്യണം. അയ്യോ, നിങ്ങളുടെ ബുക്കല്ലേ? ശരി, ഓക്കെ ഫൈൻ. അപ്പോ ഇപ്പൊ എന്താ പറഞ്ഞേ? ലിമിറ്റഡ് ലയബിലിറ്റി ക്ലിയർ ആണ് അല്ലേ? അടുത്തത് സെപ്പറേറ്റ് മാനേജ്മെന്റ്. എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ് പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സെപ്പറേറ്റ് മാനേജ്മെന്റ് എന്താണ് മാൻ? സെപ്പറേറ്റ് മാനേജ്മെന്റ് അടുത്ത ഫീച്ചർ. ഒരു മിനിറ്റ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്തിനാ? ലിമിറ്റഡ് ലയബിലിറ്റി എന്തിനാ? പ്രൊട്ടക്ട് ചെയ്യാനാണോ? ആരെ? മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എല്ലാം അതായല്ലോ, മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഓക്കെ ഫൈൻ. സെപ്പറേറ്റ് മാനേജ്മെന്റ് എന്താണ്? സെപ്പറേറ്റ് മാനേജ്മെന്റ്, കമ്പനിയുടെ മെമ്പേഴ്സ് കമ്പനി ഫോം ചെയ്തു, അത് മാനേജ് ചെയ്യണ്ടേ?
കമ്പനിയുടെ മെമ്പേഴ്സ് ചിലപ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിരിക്കും, ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളാവണമെന്നില്ല. മാത്രമല്ല 10-100 മെമ്പേഴ്സ് കാണും. ഇവരെല്ലാവരും കൂടെ മാനേജ് ചെയ്യാൻ പോയി എങ്ങനെ ഇരിക്കും? ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. അതുകൊണ്ട് യൂഷ്വലി ഈ മെമ്പേഴ്സ് എന്ത് ചെയ്യും? ഈ കമ്പനിയെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഫഷണൽ ടീമിനെ അപ്പോയിന്റ് ചെയ്യും. ആണല്ലോ, ഈ പ്രൊഫഷണൽ ടീമിനെ നമ്മൾ എന്ത് വിളിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ ഒരു കമ്പനിക്ക് മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി സെപ്പറേറ്റ് മാനേജ്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെച്ചിട്ട്? അപ്പോയിന്റ്മെന്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ക്വാളിഫിക്കേഷൻ, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്, മാനേജീരിയൽ റെമ്യൂണറേഷൻ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ 5 ഫീച്ചേഴ്സ് ആയി, എല്ലാ ചാപ്റ്റേഴ്സും ആയി. ഈ 5 ഫീച്ചേഴ്സും എന്തിനാടാ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലിമിറ്റഡ് ലയബിലിറ്റി, പെർപച്വൽ സക്സഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, വേറെന്താ പറഞ്ഞ? സെപ്പറേറ്റ് മാനേജ്മെന്റ്. ഇത് മൂന്നും നിങ്ങൾ പറഞ്ഞു. ലിമിറ്റഡ് ലയബിലിറ്റി, പെർപച്വൽ സക്സഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തിനാ? പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, ഫൈൻ. ആർട്ടിഫിഷ്യൽ പേഴ്സണും സെപ്പറേറ്റ് മാനേജ്മെന്റും എന്തിനാണ് മാൻ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള ഫീച്ചറും സെപ്പറേറ്റ് മാനേജ്മെന്റും എന്തിനാ? ഞാൻ പറയാം. ഇന്ത്യയിലുള്ള കമ്പനീസിനെ, ബിസിനസ് കമ്പനീസിനെ ഓർഗനൈസ്ഡ് ഫോമില് പ്രോപ്പർ ഗവേണൻസ് നോംസ് അനുസരിച്ച് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഫീച്ചേഴ്സും. ശരിയാണോ തെറ്റാണോ? നമുക്ക് ബയോഡാറ്റ എന്തിനാണ്? ഓർഗനൈസ്ഡ് ഫോമിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലേ? MOA ഇല്ല എന്നുണ്ടെങ്കിൽ ഒരേ പേരുള്ള 100 കമ്പനീസ് ഉണ്ടാവും, ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റഡ് ആവും അല്ലേ? അപ്പൊ ഓർഗനൈസ്ഡ് ഫോമിൽ പ്രോപ്പർ ഗവേണൻസ് നോംസ് അനുസരിച്ച് ഗ്രോത്തിലേക്ക് കമ്പനീസിനെ എത്തിക്കാനാണ് ഈ 2 ഫീച്ചേഴ്സും. ശരിയാണോ? യെസ്, പെർഫെക്റ്റ്, ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് കമ്പനീസ് ആക്ടിലെ എല്ലാ ചാപ്റ്റേഴ്സും അല്ലേ? ഈ ഫീച്ചേഴ്സ് എന്തിനാണ്? ഒന്നുകിൽ ഓർഗനൈസ്ഡ് ഫോമിൽ ബിസിനസിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണല്ലോ. ഒറ്റ ചോദ്യം, കമ്പനീസ് ആക്ടിന്റെ ഒബ്ജക്റ്റീവ് എന്താണപ്പോ? എന്തിനാ കമ്പനീസ് ആക്ട്? ആലോചിച്ച് പറഞ്ഞ. കമ്പനീസ് ആക്ടിലെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നത്. പറഞ്ഞോ, കമ്പനീസ് ആക്ടിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്താണ് കമ്പനീസ് ആക്ട് നേടാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഓർഗനൈസ്ഡ് ഫോമിൽ ബിസിനസിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ. 2, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ആണോ? നിങ്ങൾ കമ്പനീസ് ആക്ടില് സെക്ഷൻ 1 മുതൽ സെക്ഷൻ 470 വരെ വായിക്കുമ്പോഴും അതിന്റെ റൂൾസ് വായിച്ചാലും ശരി, അതിന്റെ ഷെഡ്യൂൾസ് വായിച്ചാലും ശരി, 7 ഷെഡ്യൂൾസ് ഉണ്ട് അറിയാലോ അല്ലെ? ഇതിൽ ഏത് വായിച്ചാലും ശരി, ഈ 2 കാര്യങ്ങൾ, ഏത് സെക്ഷന്റെ ഏത് സെന്റൻസ് വായിച്ചാലും ശരി, ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വായിക്കുക. ആ സെന്റൻസ് ഒന്നുകിൽ കമ്പനീസിനെ ഓർഗനൈസ്ഡ് ഫോമിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ 2-ൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും നിങ്ങൾ ഈ വായിക്കുന്ന സെന്റൻസ് എന്ന് മനസ്സിലാക്കുക, വായിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് ആയിരിക്കും, തെറ്റത്തില്ല. മനസ്സിലായ? ഒബ്ജക്റ്റീവ്സ് ഇത് 2ആണ്. ഓർഗനൈസ്ഡ് ഫോമിൽ ബിസിനസിനെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും. എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാനാവും, ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാവാം, ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാവാം, ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാവാം. ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും. അത് ആരെയാണെന്നുള്ള കണ്ടെത്തുക. അത് നിങ്ങൾക്ക് ആ സെക്ഷനിൽ നിന്ന് മനസ്സിലാവും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം കമ്പനീസ് ആക്ട് വായിക്കാൻ. ഓക്കെ ആണോ? സർ, ഒരു വേറെ ഒബ്ജക്റ്റീവും കൂടിയില്ലേ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ? നിങ്ങൾ ഏതിൽ ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എന്തിനാ? ഓർഗനൈസ്ഡ് ഫോമിൽ ഗ്രോത്തിലേക്ക് എത്തിക്കാനല്ലേ. എല്ലാം ഇതിനകത്തേ വരത്തുള്ളൂ. മാത്രമല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു നിയമവും പറയുന്നില്ല ആക്ടിനകത്ത്. ഒരു നിയമവും ഇല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾ തെറ്റൊന്നും ചെയ്യരുത്, അതാണ് ഉദ്ദേശം. ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുക, അതാണ് ഉദ്ദേശം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ചോദിക്കാനുണ്ടോ? ഇല്ല സർ. ശരി, ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം, എടാ എനിക്ക് സമയമുണ്ടോ? ഞാൻ 8-ന് സ്റ്റോപ്പ് ചെയ്യണോ? അതനുസരിച്ച് ഞാൻ അടുത്ത ടോപ്പിക്സ് കവർ ചെയ്യാനാ. സമയം എടുക്കാൻ സാറേ, കുഴപ്പമില്ല. നോ ഇഷ്യൂസ്. ഷുവർ ആണോ? ഷുവർ ആണല്ലോ? ശരി, താങ്ക് യു.
ശരി, ഫൈൻ. അടുത്തൊരു ചോദ്യം. ഒരു കമ്പനിയിൽ ഒരു മിനിറ്റ് ആ 3 സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് ആർട്ടിഫിഷ്യൽ പേഴ്സണിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്പനി ആക്കിയാൽ ചെയ്യാൻ പറ്റുമല്ലോ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയി അല്ലെ. ബിഗ് ഡീൽ, ഒരുപാട് കാശ് വേണം, എങ്ങനെ വരും? എന്ത് ഫീച്ചർ ഉള്ളത് കൊണ്ട് വരും ഒരുപാട് കാശ്? കാശ് വരാൻ ചാൻസസ് കൂടുതൽ അല്ലേ? ആലോചിച്ച് നോക്കിയേ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി, മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒരുപാടുണ്ട് കമ്പനി ഫോമിന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരാൻ ചാൻസസ് ഉണ്ട്. കാശിന്റെ കാര്യവും സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? മൂന്നാമത്തത് കോടതി കേസ്, ഉറപ്പായിട്ടും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി ചെയ്ത ആക്ടിന് മെമ്പർ ലയബിൾ അല്ല, മെമ്പറിന്റെ കയ്യിൽ നിന്ന് ഒരു കാശും പോകത്തില്ല, കമ്പനിയുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ ആണല്ലോ? അതവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്തു. ഫസ്റ്റ് ടോപ്പിക് ക്ലിയർ ആണോ? ഒന്നും ചോദിക്കാനില്ലല്ലോ. എന്ത് വായിച്ചാലും ഇത് 2 മനസ്സിൽ വെച്ച് വായിക്കുക. ഓക്കെ ആണോ? 2 ഒബ്ജക്റ്റീവ്സ്. ഓക്കെ ആണോ? അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിൽ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? ഞാൻ കുറച്ച് സ്പീഡപ്പ് ചെയ്യാണ്. ഡിസിഷൻ എടുക്കുന്ന ആരാണ് ഒരു കമ്പനിയിൽ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാത്രമാണോ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്? ബിഒഡി, പെർഫെക്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് വേണ്ട, ഞാൻ മെമ്പേഴ്സ് എന്ന് പറയും. മെമ്പേഴ്സും ചില ഡിസിഷൻസ് എടുക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഡിസിഷൻസ് എടുക്കും അല്ലേ? ഇവരെങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്? ത്രൂ മീറ്റിംഗ്സ്. മീറ്റിംഗ്സ് വഴി മാത്രമേ പറ്റത്തുള്ളൂ. കേട്ടോ. റെസൊല്യൂഷൻസ് പാസ്സാക്കിയാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നത്. റെസൊല്യൂഷൻ എന്ന് വെച്ചാല് ഒരു ഡിസിഷന്റെ റിട്ടൺ ഫോമിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെക്ചർ നോട്ട്സ് പോലെ എഴുതിയെടുക്കാം കേട്ടോ. റെസൊല്യൂഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? റെസൊല്യൂഷൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഉണ്ടോടാ? പറഞ്ഞോ. ഇത് ജസ്റ്റ് ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, ഇത്രേ ഉള്ളൂ. എന്താണ് ഈ റെസൊല്യൂഷൻ? എ എന്നൊരു വ്യക്തിയെ അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ. ഓക്കെ ആണോ? ഇത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസിഷൻ എടുക്കുമ്പോഴായാലും ശരി, മെമ്പേഴ്സ് ഡിസിഷൻ എടുക്കുന്ന സ്റ്റേജിലായാലും ശരി, റെസൊല്യൂഷൻസ് പാസ്സാക്കിയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ ആണോ? ഏത് ഡിസിഷനാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കേണ്ടത്, ഏത് ഡിസിഷനാണ് മെമ്പേഴ്സ് എടുക്കേണ്ടത് എന്നുള്ള കാര്യമെല്ലാം കമ്പനീസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. ആണല്ലോ? ഇപ്പോ എന്താ പറയാ, അഡീഷണൽ ഡയറക്ടർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പറയാവോ നവ്യ? ബോർഡ് എടുക്കുന്ന ഡിസിഷൻ ആണോ അതോ മെമ്പേഴ്സ് എടുക്കുന്ന ഡിസിഷൻ ആണോ അഡീഷണൽ ഡയറക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? ബോർഡ് എടുക്കുന്ന ഡിസിഷൻ. പെർഫെക്റ്റ്, അടിപൊളി. അപ്പൊ ആക്ടിനകത്ത് ഏത് സെക്ഷനിലാ പറയണേ? കൊള്ളാം, പറഞ്ഞു. 161 അഡീഷണൽ ഡയറക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, സെക്ഷൻ 161 പറയുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കി അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. റെസൊല്യൂഷൻ തന്നെയാണ് പാസ്സാക്കുന്നത്. ഓക്കെ ആണോ? ഇനി വേറൊരു എക്സാമ്പിൾ. കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യുന്നു. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയാമല്ലോ, അല്ലെങ്കിൽ വേണ്ട പോട്ടെ, പ്രൈവറ്റ് പ്ലേസ്മെന്റ് പോട്ടെ. ബോണസ് ഇഷ്യൂ ചെയ്യുന്നു. ബോണസ് ഇഷ്യൂ എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? ബോണസ് ഇഷ്യൂ ചെയ്യാൻ എന്ത് റെസൊല്യൂഷൻ വേണമെന്നാ കമ്പനീസ് ആക്ട് പറയുന്നത്? ആര് പറയും? സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലേ? സ്പെഷ്യൽ റെസൊല്യൂഷൻ. എന്താ സ്പെഷ്യൽ പറഞ്ഞേ? ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവലും കൂടി. മെമ്പേഴ്സ് ആണ് റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത്, പക്ഷെ ഓർഡിനറി റെസൊല്യൂഷൻ ആണ് പാസ്സാക്കേണ്ടത്. ഓർഡിനറി റെസൊല്യൂഷൻ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ പഠിക്കുമല്ലേ? ഈ ഐറ്റം മെമ്പേഴ്സ് ഓർഡിനറി റെസൊല്യൂഷൻ വഴി പാസ്സാക്കണം, ഈ ഐറ്റം സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇതെങ്ങനെ പഠിക്കും? ഞാനൊക്കെ കാണാതെ പഠിച്ചുകൊണ്ടിരുന്നതാ. കോൺസെപ്ച്വൽ ആയിട്ട് പഠിക്കണം, കാണാതെ പഠിക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് തെറ്റത്തില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, കേട്ടോ. എന്തൊരു കോൺഫിഡൻസ് എന്നറിയാം. ശരി, കേട്ടോ. നമ്മുടെ കമ്പനിയിലെ ഡിസിഷൻസ് എടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്. ഫുള്ളി പറയാണ്, കേട്ടോണേ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്ക് രണ്ട് വഴികളുണ്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട്. ഓക്കെ, ഒന്നുകിൽ അവർക്ക് ബോർഡ് മീറ്റിംഗ് ഫിസിക്കലി കണ്ടക്ട് ചെയ്ത് ഡിസിഷൻസ് എടുക്കാം. അതായത് എല്ലാ ഡയറക്ടേഴ്സിനും നോട്ടീസ് അയച്ച് എല്ലാ ഡയറക്ടേഴ്സും മീറ്റിംഗിന് അവിടെ വന്ന് ഡിസ്കസ് ചെയ്ത് മാനേജിംഗ് ഡയറക്ടർ ഓരോ റെസൊല്യൂഷനായിട്ട് വായിക്കും. അജണ്ട ഉണ്ടാവുമല്ലോ, നോട്ടീസിന്റെ കൂടെ അജണ്ട അയക്കുമല്ലോ. അജണ്ടയ്ക്കകത്ത് ഓരോ ഐറ്റത്തിന്റെയും പേരുണ്ടാവും, ഹെഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ MD നിന്ന് ഓരോ ഐറ്റം വായിക്കുന്നു, എല്ലാ ഡയറക്ടേഴ്സും അത് ഡിസ്കസ് ചെയ്യുന്നു, റെസൊല്യൂഷനും MD തന്നെ വായിക്കുന്നു. ഞാനിപ്പോ കാണിച്ചില്ലേ, റിസോൾവ് ദാറ്റ് മിസ്റ്റർ എ, റെസൊല്യൂഷൻ MD വായിക്കുന്നു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു, റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. മെജോറിറ്റി ഫേവർ ആണ് വോട്ട് ചെയ്തതെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ പാസ്സായി. എന്നിട്ട് MD അത് നേരെ എടുത്ത് മിനിറ്റ്സിലേക്ക് മാറ്റുന്നു. ഓക്കെ ആണോ? അതല്ലെങ്കിൽ ബോർഡിന് വേറൊരു വഴിയുണ്ട് റെസൊല്യൂഷൻസ് പാസ്സാക്കാൻ. സർക്കുലേഷൻ വഴി റെസൊല്യൂഷൻ പാസ്സാക്കാം. എന്താ സർക്കുലേഷൻ? ഇതേ റെസൊല്യൂഷൻ, ഈ അഡീഷണൽ ഡയറക്ടറിന്റെ റെസൊല്യൂഷൻ കണ്ടല്ലോ, അതേ റെസൊല്യൂഷൻ എല്ലാ ഡയറക്ടേഴ്സിനും അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. മനസ്സിലായി? മീറ്റിംഗ് ഇങ്ങോട്ട് വരണ്ട ആരും, അങ്ങോട്ട് അയച്ചു തരാം. റെസൊല്യൂഷൻ അയച്ചു കൊടുത്തിട്ട് ഓരോ ഡയറക്ടേഴ്സ് ആയിട്ട് അതിന് വോട്ട് ചെയ്ത് തിരിച്ചത് കമ്പനിയിൽ എത്തും. തിരിച്ച് കമ്പനിയിൽ എത്തുമ്പോൾ മെജോറിറ്റി ഫേവർ ആണ് വോട്ട് ചെയ്തതെങ്കിൽ A is appointed as additional director. മനസ്സിലായോ? റെസൊല്യൂഷൻ വഴി തന്നെയാണ് രണ്ട് ടൈപ്പ് ഓഫ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ക്ലിയർ ആണോ? ഈ സൈഡ് ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, മെമ്പേഴ്സ് എങ്ങനെയാ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്? ആകെ 2-3 വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കും. 3 times in favor of. ആരാ അത്? നബി തന്നെയാണ്. ഓക്കെ, പറഞ്ഞോ. ശരി, പറയാം. മെമ്പേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നത് രണ്ട് കൈൻഡ് ഓഫ് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്തൊക്കെയാണ്? ഒന്ന് ആനുവൽ ജനറൽ മീറ്റിംഗ്, പിന്നൊന്ന് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഈ രണ്ട് മീറ്റിംഗിലായാലും ശരി ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാ? റെസൊല്യൂഷൻസ് പാസ്സാക്കി തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇതേപോലെ റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ഉണ്ടാവും, നോട്ടീസിന്റെ കൂടെ അജണ്ടയുടെ കൂടെ എല്ലാ മെമ്പേഴ്സിനും റെസൊല്യൂഷൻസ് അയച്ചു കൊടുക്കും. മെമ്പേഴ്സ് നേരെ വരും, എന്നിട്ട് അവിടെ ചെയർമാൻ ഓരോ ഐറ്റം ആയിട്ട് വായിക്കും. അവർ തമ്മിൽ അടികൂടും, അല്ലെ, ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തിട്ട് വോട്ടിംഗ് നടക്കും. വോട്ട് ചെയ്തിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യും. എന്നിട്ട് അത് മിനിറ്റ്സിലേക്ക് മാറ്റും. കോപ്പി പേസ്റ്റ്. ക്ലിയർ ആണോ? ഇവിടെ റെസൊല്യൂഷൻസ് AGM വ്യത്യാസമൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കും, അറിയാമെന്ന് ഞാൻ വിശ്വസിച്ചങ്ങ് പോവാം. ഓക്കെ, ഇവിടെ റെസൊല്യൂഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, മേജറിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഓർഡിനറി റെസൊല്യൂഷൻ, പിന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ. എന്താണ് ഓർഡിനറി, സ്പെഷ്യൽ? നമ്മുടെ കമ്പനീസ് ആക്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ബോണസ് ഇഷ്യൂ, ഒരു കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ മെമ്പേഴ്സിന്റെ ഓർഡിനറി റെസൊല്യൂഷൻ വേണം. ഒരു കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യുന്നെങ്കിൽ മെമ്പേഴ്സിന്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. നിങ്ങളുടെ അടുത്ത് പ്രൈവറ്റ് പ്ലേസ്മെന്റിന്റെ പ്രൊസീജിയർ ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഓർഡിനറി ആണോ സ്പെഷ്യൽ ആണോ കമ്പനീസ് ആക്ട് പറഞ്ഞേക്കുന്നത്? അല്ലെ, കാണാതെ പഠിച്ചിട്ട് പോകും. ഓർഡിനറി റെസൊല്യൂഷൻ, ഓർഡിനറി ബിസിനസ് എന്നുവെച്ചാൽ ഡെയിലി. ഓർഡിനറി ബിസിനസ് അല്ല, അത് വേറെയാ. ഓർഡിനറി ബിസിനസ് ടോട്ടലി വേറെയാ. ഓക്കെ, കേട്ടോ. ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും എന്ന് പറയുമ്പോൾ എന്താ ഇവര് തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മെജോറിറ്റി. വോട്ട് ചെയ്യുമ്പോൾ ഉള്ള മെജോറിറ്റി. അതായത് ഒരു റെസൊല്യൂഷൻ വയ്ക്കുമ്പോ അതിന് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തവരെക്കാൾ കൂടുതൽ ഫേവർ വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായി. ക്ലിയർ ആണോ? സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സർ? ഓർഡിനറി റെസൊല്യൂഷനിൽ 50 അല്ലേ? 50 എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് ഒരു ഇഷ്യൂ. ഇപ്പൊ എന്റെ കമ്പനിയിൽ 100 മെമ്പേഴ്സ് ഉണ്ട്. എത്ര മെമ്പേഴ്സ് ഫേവർ വോട്ട് ചെയ്താൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാവും?
പറഞ്ഞു അരവിന്ദേ. മെജോറിറ്റി കിട്ടണമെങ്കിൽ 50 above വേണ്ടേ? 51 പേര് ഫേവർ ചെയ്താലേ പറ്റത്തുള്ളൂ ആണോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ജനറൽ മീറ്റിംഗിന് ഈ 100 പേരും വരണം എന്നുണ്ടോ? ഇല്ല. ഇല്ല, 50 പേര് വന്നു. ജനറൽ മീറ്റിംഗിന് വോട്ട് ചെയ്തപ്പോ ഈ 50 പേര് വോട്ട് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇല്ല, 40 പേര് വോട്ട് ചെയ്തു. Okay. ഈ 40 വോട്ടിങ്ങിൽ എല്ലാം വാലിഡ് വോട്ട്സ് ആവണമെന്നുണ്ടോ? ചില ചേട്ടന്മാരെ എഗെയിൻസ്റ്റും ഫേവറും വോട്ട് ചെയ്യും. Okay. ഇരുന്നോട്ടെ, ഒരു 9 വാലിഡ് വോട്ട്സ് വന്നു. ഓക്കെ ആണോ? 4 എണ്ണം എഗെയിൻസ്റ്റ്, 5 എണ്ണം ഫേവർ. ഓർഡിനറി റെസൊല്യൂഷൻ പാസ്ഡ്. അത് പറ്റില്ല. ഓക്കെ, ഇതാണ് പ്രാക്ടിക്കൽ സൈഡ് അല്ലേ? ഇതാണ് ശരിക്കും പ്രാക്ടിക്കൽ സൈഡ്. അതെ, ക്ലിയർ അല്ലേ? കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യണവരാണ് പാർട്ടി എന്ന് വെച്ചാൽ ഇപ്പൊ കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യണവർക്കാണ് കൂടുതൽ വോട്ട്സ്, അങ്ങനെയാണോ? അതെ അതെ, അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അനുസരിച്ചാണ് വോട്ടിങ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഇറങ്ങി പോണം. നമുക്ക് ഷെയർ ക്യാപിറ്റൽ പഠിപ്പിക്കുമ്പോഴൊക്കെ പറയും. ഈ ഒരു കോൺസെപ്റ്റ് ഇതാണ് സംഭവം. ക്ലിയർ ആണോ? ഇപ്പം എന്റെ വോട്ട് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റിലാണോ ഫേവർ ആണോ എന്ന് അറിയാൻ എന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അനുസരിച്ച് വോട്ടിംഗ് കൂടുതലുണ്ടാവും. അത് അപ്പൊ നോക്കും. ഓക്കെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ്? ഒരു റെസൊല്യൂഷൻ വായിക്കുമ്പോ എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തവരെക്കാൾ 3 times ഫേവർ വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ്. അതായത് 3 പേര് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 ഫേവർ ഉണ്ടോ നോക്കുക, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഫൈൻ. എങ്ങനെയാ ഓർഡിനറി സ്പെഷ്യൽ ആണോ എന്ന് തിരിച്ചറിയുന്നത്? ഞാൻ പറഞ്ഞു, ബോണസ് ഇഷ്യൂവിന് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബോണസ് ഇഷ്യൂവിന് ഓർഡിനറി റെസൊല്യൂഷൻ ആണ് കമ്പനീസ് ആക്ട് പറയുന്നത്, അല്ലേ? പ്രൈവറ്റ് പ്ലേസ്മെന്റിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണ് കമ്പനീസ് ആക്ട് പറയുന്നത്, സെക്ഷൻ 42. അതെങ്ങനെ തിരിച്ചറിയൂടാ? ഒന്ന് കേട്ടോ. ഇത് ആരുടെ അപ്രൂവൽ എടുക്കുന്നത്? ആരുടെ അപ്രൂവൽ എടുക്കുന്നത്? ഈ രണ്ടിലായാലും ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സിന്റെ അപ്രൂവൽ ആണ് എടുക്കുന്നത്. നിങ്ങൾ മെമ്പേഴ്സ് ആയിട്ട് നിന്ന് ചിന്തിക്കുക. ഓക്കെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണോ ഓർഡിനറി റെസൊല്യൂഷൻ ആണോ എടുക്കാൻ ബുദ്ധിമുട്ട്, കിട്ടാൻ ബുദ്ധിമുട്ട്? സ്പെഷ്യൽ ആണ്, അല്ലെ? കൂടുതൽ മെജോറിറ്റി വേണം. ഓക്കെ, ഫൈൻ. കമ്പനീസ് ആക്ട് മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മെയിൻലി. ഓക്കെ, ഫൈൻ. ബോണസ് ഇഷ്യൂ എന്താണ് പറഞ്ഞു തരുവാണ്. ബോണസ് ഇഷ്യൂ എന്ന് കേൾക്കുമ്പോൾ ഓർഡിനറി ആണോ അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള വഴി പറയുവാണ്. ബോണസ് ഇഷ്യൂ എന്താണ് എന്ന് മനസ്സിലാക്കുക. എന്താ ബോണസ് ഇഷ്യൂ? കമ്പനിയുടെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ. ആണോ അല്ലയോ? അതെ സർ, അതെ. മെമ്പേഴ്സിനെ സംബന്ധിച്ച കാര്യമാണ്. പക്ഷേ ഇവിടെ മെമ്പേഴ്സിന്റെ റൈറ്റ്സിനെയോ, ഒരു കമ്പനിയിലെ മെമ്പറിന് 36 ബേസിക് റൈറ്റ്സ് ഉണ്ട്. വോട്ടിംഗ് റൈറ്റ്, ഡിവിഡൻഡ് റൈറ്റ്, അങ്ങനെ ഒത്തിരി റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, മെമ്പേഴ്സിന്റെ റൈറ്റ്സിനെയോ മെമ്പേഴ്സിന്റെ കാശ് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലോ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ബോണസ് ഇഷ്യൂല്? റൈറ്റ്സിനെ അഫക്ട് ചെയ്യുകയോ കാശ് മിസ്യൂസ് ചെയ്യാനോ ചാൻസ് ഉണ്ടോ? മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റം അല്ലേ ഓർഡിനറി റെസൊല്യൂഷൻ. ഇനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണ് മാൻ? ഇങ്ങനെ ചിന്തിക്കണം. പക്ഷെ അത് ആ ഐറ്റം എന്താണ് എന്നുള്ളത് മെമ്പറായിട്ട് നിന്ന് ചിന്തിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണ്? ആര് പറയും? സോഴ്സ് ഓഫ് ഫണ്ടിങ് പ്രോസസ് അല്ലേ? കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് ആണ്. സോഷ്യൽ ഫണ്ടിങ് അല്ല, സോഴ്സ് ഓഫ് ഫണ്ടിങ്. സോഴ്സ് ഓഫ് ഫണ്ടിങ് ആണ്. എക്സാക്ട്ലി, സോഴ്സ് ഓഫ് ഫണ്ടിങ് ആണ്. കേട്ടോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ കമ്പനി, ഇത് നമ്മുടെ കുറെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ്. ഓക്കെ, നമ്മുടെ കമ്പനി ഇപ്പൊ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യുന്നു എന്ന് വെച്ചാല് ഈ കമ്പനിയുടെ ഒരു ബൾക്ക് ഓഫ് ഷെയർസ് കമ്പനി ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് അറിയാവുന്ന കുറച്ച് വ്യക്തികൾക്കായിട്ട് കൊടുക്കുകയാണ്. സെലക്റ്റഡ് പീപ്പിൾ. അവരെ സെലക്ട് ചെയ്ത് അവരുടെ അഡ്രസ്സിലേക്ക് ഓഫർ കൊടുത്ത് അവർ വന്ന് ഷെയർ വാങ്ങുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ മെമ്പേഴ്സിന്? ഉണ്ടോ? ഉണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറയും.
ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറയും അവർക്ക് മെമ്പേഴ്സിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് കുറച്ച് മെമ്പേഴ്സ്. പുതിയ കമ്പനിക്ക് അറിയാവുന്ന കുറച്ച് പുതിയ ആൾക്കാര് ഒരുപാട് ഷെയർസ് വാങ്ങുവാണ്. അപ്പൊ ഇവരുടെ വോട്ടിംഗ് റൈറ്റ് ഡൈല്യൂട്ടഡ് ആവാൻ പോകുന്നു അല്ലേ? ഉറപ്പായിട്ടും പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഈ മെമ്പേഴ്സിന്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുക്കണം. മനസ്സിലായോ? അപ്പൊ സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ എന്ന് അറിയാൻ ഐറ്റം നോക്കുക. ഐറ്റം നോക്കിയിട്ട് അത് നിങ്ങൾ മെമ്പറായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ കാശിനെ അബ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളുടെ റൈറ്റ്സിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ, ഇല്ലെങ്കിൽ അതിന് ഓർഡിനറി. ഓക്കെ ആണോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏതൊക്കെ ഡിസിഷൻസ് എടുക്കണം എന്നറിയാൻ അത് സെക്ഷൻ 179 പഠിച്ചേ പറ്റത്തുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ബോർഡിന് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കാം എന്നുള്ള കാര്യം സെക്ഷൻ 179 ഉണ്ട്, അത് പഠിക്കാം. മനസ്സിലായി? ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. കമ്പനി ഒത്തിരി ഒരു ലിമിറ്റ് വിട്ട് ഒത്തിരി കാശ് ലോൺ എടുക്കാൻ പോവാ. സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ? സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ. കമ്പനി റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പോവാ. സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ? റൈറ്റ്സ് ഇഷ്യൂ ശരിയാണത്. റൈറ്റ്സ് ഇഷ്യൂ സ്പെഷ്യൽ അല്ലേ? റൈറ്റ്സ് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ടേ ചിന്തിക്കാവൂ. റൈറ്റ്സ് ഇഷ്യൂ എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഇത്രയും ഷെയർസ് വേണോ? നിങ്ങൾക്ക് വേണ്ട എങ്കിൽ മാത്രമേ, നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ഇത്രയും ഷെയർസും കൂടെ അഡീഷണലി തരാം, ഇത്ര രൂപ തന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ മാത്രമേ ഇത് പുറത്ത് കൊടുക്കത്തുള്ളൂ, മറ്റാൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന്റെ റൈറ്റ് ആണിത്. അവരോട് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ പുറത്തു കൊടുക്കത്തുള്ളൂ. അവർക്ക് വേണമെന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ഷെയർ കൊടുക്കുന്നു. സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ? നിങ്ങൾക്ക് ഈ ഷെയർസ് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തരും, നിങ്ങൾക്ക് വേണ്ട എങ്കിൽ മാത്രമേ നമ്മളിത് പുറത്തു കൊടുക്കത്തുള്ളൂ. റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നു. സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ? ഓർഡിനറി. ഓർഡിനറി റെസൊല്യൂഷൻ. അടിപൊളി. ഓക്കെയാണോ? ഓക്കെയാണോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് തരം തിരിച്ചെടുക്കാം, സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, മെമ്മറാൻഡം ഓഫ് അസോസിയേഷന്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെയും ഓൾട്ടറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അതിനും സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയിരിക്കും എപ്പോഴും, അത്ര ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആയതുകൊണ്ട്. ഓക്കെയാണോ? മെമ്മറാൻഡത്തിലെ നെയിം, എല്ലാ ക്ലോസും ഓൾട്ടർ ചെയ്യാനായിട്ട്, ആർട്ടിക്കിൾസിന്റെ ക്ലോസസ് ഓൾട്ടർ ചെയ്യാനും സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതുപോലെ തന്നെ ബൈബാക്ക് ചെയ്യുമ്പോൾ, ബൈബാക്ക് എന്താണ്? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു വാങ്ങിച്ച് നശിപ്പിച്ച് കളയുന്നതാണ് ബൈബാക്ക്. കമ്പനിയുടെ ഷെയർസ് കമ്പനി തിരിച്ചു മേടിക്കുന്നു അല്ലെ? ഇവിടെ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. ഈ ബൈബാക്ക് ചെയ്യാൻ കമ്പനി യൂസ് ചെയ്യുന്ന കാശ്, കുറച്ച് കാശ് യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ, കുറച്ചധികം കാശ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇവിടെ മാത്രം ഈ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ, എക്സെപ്ഷണൽ കേസ് ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു റെസൊല്യൂഷൻ സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ എന്ന് അറിയാൻ നിങ്ങൾ മെമ്പറായിട്ട് ചിന്തിക്കുക. ആ ഐറ്റം എന്താണെന്ന് നോക്കുക. ആ ഐറ്റം നിങ്ങളുടെ റൈറ്റ്സിനെ ബാധിക്കുമോ? വോട്ടിംഗ് റൈറ്റ്, ഡിവിഡൻഡ് റൈറ്റ്, അങ്ങനെയുള്ള റൈറ്റ്സിനെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാശിനെ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയാൽ സ്പെഷ്യൽ, അല്ലെങ്കിൽ ഓർഡിനറി. ക്ലിയർ ആണോ? മെമ്മറാൻഡത്തിന്റെയും ആർട്ടിക്കിൾസിന്റെയും ഓൾട്ടറേഷനും സ്പെഷ്യൽ. അത്രേ ഉള്ളൂ. ഇനി ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടേ ചോദിച്ചോ. ചോദിക്കോ? ചോദിക്കടാ, പെട്ടെന്ന് ചോദിക്കടാ. 8:30 ഫിനിഷ് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഡൗട്ട് ഒന്നുമില്ല സർ. ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നതൊക്കെ? ഉപയോഗം വരുന്നുണ്ടോ? ഹലോ, ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചതാ. ഉണ്ട് സർ, ഉപയോഗം ഉണ്ട്. ശരി, ഓക്കെ, ഫൈൻ. ശരി, അടുത്തത് നിങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു കോൺസെപ്ച്വലായിട്ട് പഠിക്കുന്നതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾ പഠിക്കുമ്പോൾ ലിങ്ക് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ലിങ്ക് ചെയ്ത് പഠിക്കുക.
അതായത് ഞാനൊരു ചോദ്യം ചോദിക്കാം, ആർക്ക് വേണം ഉത്തരം പറയാം? ഓക്കെ ആണോ? പ്ലീസ് ഒരു 4-5 പേരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ പ്ലീസ്. ഓക്കെ, ലിങ്ക് ചെയ്ത് പഠിക്കുക ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ. കേട്ടോ, ഇത് കമ്പനിയുടെ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇത് ഓഡിറ്റേഴ്സ്, കമ്പനിയുടെ ഓഡിറ്റിംഗ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ, CA-ക്കാര്. ഇത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇത് ഷെയർ ഹോൾഡേഴ്സ്. ഇത് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇത് AGM, ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ ആണോ? നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യത്തില്ലേ? അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ചാപ്റ്റർ പഠിക്കാനില്ലേ? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യത്തില്ലേ? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട്, ഞാൻ ചോദ്യം ഇതാണ്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഓരോ സ്റ്റേജസ് ആയിട്ട് കടന്ന് പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയത്തില്ലേ? ആദ്യം ഇന്ന സ്റ്റേജിൽ പോകും, ഇന്ന ആളുടെ കയ്യിൽ പോകും, പിന്നെ അടുത്ത ആളുടെ കയ്യിൽ പോകും, അത് കഴിഞ്ഞ് അടുത്ത ആള്, അത് കഴിഞ്ഞ് അടുത്ത ആള്, അത് കഴിഞ്ഞ് അടുത്ത ആള്, അങ്ങനെ എങ്ങനെയാ പോകുന്നത്. ഓക്കെ ആണോ? ഈ അക്കൗണ്ട്സ് കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്തു. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏത് റൂട്ടിലൂടെ എവിടെ ചെന്നെത്തും? പറഞ്ഞു തരിക എനിക്ക്. റൂട്ട് പറഞ്ഞാൽ മതി. ട്രൈ ചെയ്യുക, പ്ലീസ് ട്രൈ ചെയ്യുക. വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ, ട്രൈ ചെയ്യുക. അക്കൗണ്ട്സ് ഉണ്ട്, ഓഡിറ്റേഴ്സിന്റെ അടുത്ത് പോവോ അതോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോവോ, അത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നേരെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്താണോ പോണേ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അടുത്ത ആരുടെ അടുത്താ പോകുന്നത്? പറയാവോ? പറയാമോ? പറഞ്ഞോടാ നവ്യ, ട്രൈ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ആദ്യം. ഓക്കെ, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകും. എന്നിട്ട് പിന്നെ ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യും. പിന്നെ തിരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ കൊടുത്തിട്ടേ ഷെയർ ഹോൾഡേഴ്സ് പിന്നെ പോവുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിന് പോയിട്ട് അവര് ആ AGM നടക്കും. എന്നിട്ട് പിന്നെ പോയിട്ട് AGM പറഞ്ഞോ. ഒരു കുഴപ്പമില്ല, ഇനി രണ്ടുപേരല്ലേ ഉള്ളൂ. ROC കഴിഞ്ഞാണ് AGM, അത് AGM കഴിഞ്ഞാണ് ROC. AGM കഴിഞ്ഞിട്ടാണ് ROC. ഓക്കെ, വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണോ? കൊള്ളാം നവ്യ, നല്ല ട്രൈ. വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണോ? ആർക്ക് വേണോ ട്രൈ ചെയ്യാം, പ്ലീസ് ട്രൈ. ഇതൊക്കെ ഒരു രസമല്ലേ? ഇവിടെ എന്തായാലും ആരും എവിടെയും പറയാൻ പോകുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല. ട്രൈ ചെയ്യണേന് എന്താ? ട്രൈ ചെയ്തോ. അരവിന്ദ് പ്രകാശ് ട്രൈ ചെയ്തോ. ആദ്യം ഓഡിറ്റേഴ്സിന്റെ അടുത്ത് പോകും. ആദ്യം ഓഡിറ്റേഴ്സിന്റെ അടുത്ത് പോകും. അക്കൗണ്ട്സിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഓഡിറ്റേഴ്സിന്റെ അടുത്ത് പോകും. എന്നിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് ബോർഡിന് കൊടുക്കും. ബോർഡ് AGM ഹോൾഡ് ചെയ്യും. എന്നിട്ട് കേട്ടില്ല, ഉറക്കെ പറയാവോ? AGM-ന് നോട്ടീസ് കൊടുക്കും. AGM-ന് നോട്ടീസ് കൊടുക്കും. ഷെയർ ഹോൾഡേഴ്സിന്റെ പാസ്സാക്കും. എന്നിട്ട് ROC-ലേക്ക് ഫയൽ ചെയ്യും. ഓക്കെ ഫൈൻ, ശരി. ഓക്കെ, വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണോ? ഞാൻ 10 വരെ എണ്ണം. കൊള്ളാം, നല്ല ട്രൈ. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നവ്യ പറഞ്ഞത്, അരവിന്ദ് പറഞ്ഞത് ശരിയാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ ഇപ്പൊ ചെയ്തതാണ് ലിങ്ക് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞത്. ഇതിനകത്ത് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് അറിയോ? നല്ല ഐഡിയ ഉണ്ടോ? ഏതൊക്കെ സെക്ഷൻസ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് പോയത്? അക്കൗണ്ടന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, സെക്ഷൻ 128 129 അല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓതന്റിക്കേറ്റ് ചെയ്യുക, സെക്ഷൻ 134. ഓഡിറ്റേഴ്സിന്റെ കാര്യം സെക്ഷൻ 145. ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് വഴി ഇത് അയക്കുന്ന കാര്യം സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഓഡിറ്റേഴ്സിന്റെ അടുത്തല്ല പോകുന്നത്. അവിടെ നിന്ന് നേരെ ഓഡിറ്ററിന്റെ അടുത്ത് പോയ ഓഡിറ്റർ എടുക്കത്തില്ല. നിങ്ങളുടെ അക്കൗണ്ടന്റ് അല്ലേ പ്രിപ്പയർ ചെയ്തേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് സൈൻ ചെയ്യും, ഓതന്റിക്കേറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ നോക്കാം. മനസ്സിലായോ? അക്കൗണ്ടന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, അത് നേരെ
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നു. ഓക്കെ ആണോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് ഓതന്റിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബോർഡ്സ് റിപ്പോർട്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ ആണോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതന്റിക്കേറ്റ് ചെയ്തിട്ട് അത് നേരെ എവിടെ പോകുന്നു? അപ്രൂവ് ചെയ്തിട്ട് നേരെ ഓഡിറ്റേഴ്സിന്റെ അടുത്ത് അത് പോകുന്നു. ഓഡിറ്റേഴ്സ് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ ആണോ? ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നേരെ നോട്ടീസിന്റെ കൂടെ AGMന്റെ നോട്ടീസിന്റെ കൂടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വീട്ടിലെത്തുന്നു. ഷെയർ ഹോൾഡേഴ്സ് അതെല്ലാം വായിച്ച് എവിടെ വരുന്നു? AGMൽ വരുന്നു. അവിടെ വെച്ച് അഡോപ്റ്റ് ചെയ്യുന്നു, അടികൂടുന്നു. അല്ലെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയപ്പോ ചായക്ക് 200 കോടി രൂപ എഴുതി വെച്ചേക്കാം. ഉറപ്പായിട്ടും ഷെയർ ഹോൾഡേഴ്സ് വന്ന് AGMൽ വെച്ച് അടികൂടും. അല്ലെ? അടികൂടുന്നു. അവിടെ നിന്ന് അത് അഡോപ്ഷൻ നടക്കുന്നു. AGMൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഡോപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അഡോപ്റ്റ് ചെയ്ത സാധനം നേരെ ROCയിൽ ഫയൽ ചെയ്യുന്നു. ഈ റൂട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? പല സെക്ഷൻസ് ഒരുമിച്ചെടുത്ത് പഠിച്ചത് കൊണ്ട് ഇത് വരണം. മനസ്സിലായി? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത് 128, 129. ബോർഡ്സ് റിപ്പോർട്ടിന്റെ കാര്യം, ബോർഡിന്റെ ഓതന്റിക്കേഷൻ 134, ഓഡിറ്റേഴ്സിന്റെ കാര്യം 145, നോട്ടീസ് അയക്കുന്ന കാര്യം, AGMന്റെ നോട്ടീസ് അയക്കുന്ന കാര്യം 101, ഷെയർ ഹോൾഡേഴ്സിന് ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടണം എന്ന് പറയുന്നത് ഏത് സെക്ഷനാ? 136. AGMൽ അഡോപ്റ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ROCയിൽ ഫയൽ ചെയ്യണം എന്ന് പറയുന്ന സെക്ഷൻ 137. ഉണ്ടാ? കമ്പനീസ് ആക്ട് പഠിക്കുമ്പോൾ എല്ലാ സെക്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഉണ്ട്. ഇത് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ പ്രോപ്പർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത കാര്യം അതാണ്, ലിങ്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. ചെറിയ കാര്യം പറയാൻ ഉദ്ദേശിച്ചു, അത്രേ ഉള്ളൂ. മനസ്സിലായടാ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായി സർ. ഇത് യൂസ് ഉണ്ടാവോ? യൂസ് ഉണ്ടാവാം നിങ്ങൾ പഠിച്ചാൽ. ഓക്കെ ആണോ? അടുത്ത ലാസ്റ്റ് ഒരു കാര്യം കൂടെ. എല്ലാം വായിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ യു ഷുഡ് ആസ്ക് ഫർദർ. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്നിട്ട് അതിന്റെ ഉത്തരങ്ങൾ കമ്പനീസ് ആക്ടിൽ നിന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ലടാ, ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻസ് വരുന്ന അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കൂടുതൽ അതിനോട് ഫർദർ ചോദിച്ചു പോകണം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കമ്പനിയിൽ മിനിമം എത്ര ഡയറക്ടേഴ്സ് വേണം? പഠിച്ചിട്ടുണ്ടാവും. ഒരു കമ്പനിയിൽ മിനിമം എത്ര ഡയറക്ടേഴ്സാണ് വേണ്ടേ? പറഞ്ഞോ. പ്രൈവറ്റ് ആണെങ്കിൽ 2, പബ്ലിക് ആണെങ്കിൽ 3. അടിപൊളി. പബ്ലിക് ആണെങ്കിൽ 3, പ്രൈവറ്റ് ആണെങ്കിൽ 2, OPC ആണെങ്കിൽ 1. OPC ആണെങ്കിൽ 1. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയില്ലേ? എടാ ഒരു കാര്യം, എനിക്കിനി സ്പെഷ്യൽ ആണോ ഓർഡിനറി ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആർക്കും ഇല്ലല്ലോ അല്ലേ? ഏതാണെന്ന് കാണാതെ പഠിക്കൂ. ഇനി കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? തോന്നുന്നുണ്ടോ? ഇല്ല സർ, ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഇത് നോക്കിയേ. പബ്ലിക് ആണെങ്കിൽ 3 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ്, OPC ആണെങ്കിൽ 1 ഡയറക്ടർ. നിങ്ങൾ ഇത് കാണാതെ പഠിച്ചു. ഓക്കെ ഫൈൻ, തീർന്നു. ആ സെക്ഷൻ കഴിഞ്ഞു. ഏത് സെക്ഷനാ? ഏത് സെക്ഷനാ? സെക്ഷൻ 149 കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ എങ്ങനെ പഠിക്കണം? ഫർദർ നിങ്ങൾ ചോദിക്കണം. ഒരു പബ്ലിക് കമ്പനിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ് വേണമെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കണം? മിനിമത്തിൽ താഴെ പോയാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ? നിങ്ങൾ ഒരു കമ്പനി നടക്കുവാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. ഒരു പബ്ലിക് കമ്പനി ഉണ്ട്. ആ പബ്ലിക് കമ്പനിയിൽ മൊത്തം 6 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം രാവിലെ 4 ഡയറക്ടേഴ്സ് റിസൈൻ ചെയ്തു. കമ്പനി ഇനി മുന്നോട്ട് എങ്ങനെ പോകും? എങ്ങനെ പോകും? എങ്ങനെ പോകും? ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്യാന്നല്ല, കോൺസെപ്ച്വൽ ആയിട്ട് ചിന്തിച്ച് പഠിക്കുക. മനസ്സിലായോ? അതെങ്ങനെയെന്ന് അറിയട്ടെ. ഞാൻ ഇപ്പൊ പറയാൻ സമയമുണ്ടോ? സമയം പ്രശ്നമാണ്. ക്വാറം എന്താണ് മാൻ? ക്വാറം എന്ന് വെച്ചാൽ എന്താ? മിനിമം നമ്പർ. ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടക്കണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൽ മിനിമം അത്ര പേരെങ്കിലും, മിനിമം ആ നമ്പറെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ബോർഡ് മീറ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. അല്ലേ? ക്വാറം എത്രയാണ്? 1/3 or 2, whichever is higher ആണ് ക്വാറം. ആണല്ലോ? അറിയാലോ നിങ്ങൾക്ക്? അതെ സർ.
അതെ ഓക്കെ 1/3 or 2 whichever is higher. ഓക്കെ അപ്പോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. നോക്കിയേ, ഇതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പാടാണെന്ന് വെച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. എളുപ്പം ക്ലിയർ ആവാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നും പേടിക്കണ്ട. ഇത് പറയുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ പഠിക്കണം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടല്ല ക്ലിയർ ആയത്. എന്നാലും ആക്ട് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കണം. ഓക്കെ ആണോ? നിങ്ങൾ തോക്കത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ക്വാറം എന്താണ്? 1/3 or 2 whichever is higher. ഓക്കെ, എന്റെ പബ്ലിക് കമ്പനിയിൽ 6 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, 4 പേര് റിസൈൻ ചെയ്തു. എന്ത് ചെയ്യും? 6 പേരുള്ള പബ്ലിക് കമ്പനിയിൽ ക്വാറം എത്രയാണ് മാൻ? 2 ആണ് ക്വാറം അല്ലെ? 6 into 1/3 or 2 whichever is higher. 2 or 2 whichever is higher 2 ആണല്ലോ. 2 ക്വാറം 2 ആണ്. ഇവിടെ ക്വാറം ഉണ്ടോ ഈ പബ്ലിക് കമ്പനിയിൽ? ഈ സിറ്റുവേഷന് 6 പേരുണ്ടായിരുന്നു, 4 പേര് റിസൈൻ ചെയ്ത് പോയി. ബാക്കി എത്ര പേര്? 2 പേര്. ക്വാറം ഉണ്ടോ? ക്വാറത്തിനുള്ള ഡയറക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഡയറക്ടേഴ്സിനെ വെച്ച് ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. മനസ്സിലായോ? ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ആ ബോർഡ് മീറ്റിംഗിൽ ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. മനസ്സിലായോ? ഇത് കമ്പനീസ് ആക്ടിൽ തന്നെ പറയുന്ന പ്രൊസീജിയർ, വേറെ സെക്ഷൻസിലാണ്. അതുപോലെ വീണ്ടും ചോദിക്കാം, 6 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, 6 പേരും റിസൈൻ ചെയ്തു, 0 ഡയറക്ടേഴ്സ് ബാക്കി. കമ്പനി എന്ത് ചെയ്യും? ഇതൊക്കെ ഈ ഒരു ഒറ്റ സെക്ഷനിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 0 ഡയറക്ടർ ബാക്കി, എന്ത് ചെയ്യും? 6 പേര് റിസൈൻ ചെയ്തു. അപ്പൊ നേരെ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യേണ്ടടാ. 6 പേര് പബ്ലിക് കമ്പനിയിൽ ഉണ്ടായിരുന്നു, 6 പേരും റിസൈൻ ചെയ്തു. ഓക്കെ, ബാക്കി 0 ഡയറക്ടേഴ്സ്. കമ്പനി ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ക്വാറം എത്രയാണ്? 2. ഓക്കെ, ക്വാറം ഇല്ല, 0 ഡയറക്ടേഴ്സ് ആണ്, ക്വാറം ഇല്ല. ഓക്കെ, നിങ്ങൾ നേരെ റെസിഗ്നേഷന്റെ സെക്ഷൻ എടുക്കണം. സെക്ഷൻ 168. റെസിഗ്നേഷന്റെ സെക്ഷൻ എടുക്കുമ്പോൾ സെക്ഷൻ സബ്സെക്ഷൻ 3 149 ഞാൻ പോയേക്കണേ അല്ലെ? മിനിമത്തിൽ നിന്നാ ഞാൻ ഇങ്ങോട്ട് പോയ. റെസിഗ്നേഷൻ എടുത്തു, 168 സബ്സെക്ഷൻ 3 എടുത്തു. അതിനകത്ത് പറയുന്നു, നിങ്ങളുടെ കമ്പനിയിൽ എല്ലാ ഡയറക്ടേഴ്സും റിസൈൻ ചെയ്ത് പോയാൽ 0 ഡയറക്ടർ ആണെങ്കിൽ ആ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മറാൻഡത്തിന് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനെ അവിടുത്തെ ഡീംഡ് ഡയറക്ടേഴ്സ് ആക്കി അപ്പോയിന്റ് ചെയ്യും. ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഡയറക്ടേഴ്സ് ആയിട്ട് മാറും. ഇനി പ്രൊമോട്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിലോ, പ്രൊമോട്ടേഴ്സ് എല്ലാം മരിച്ചു പോയെങ്കിലോ, അങ്ങനത്തെ അവസ്ഥ വന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ആ കമ്പനിയിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. എവിടെ പറയുന്നു? 168 സബ്സെക്ഷൻ 3. മനസ്സിലായി? റെസിഗ്നേഷന്റെ സെക്ഷൻ 149 നിന്ന് റെസിഗ്നേഷന്റെ സെക്ഷനിലേക്ക് പോയി ആൻസർ കണ്ടെത്തി, ലിങ്ക് ചെയ്തു, പഠിച്ചു. മനസ്സിലായോടോ? സർ അതൊന്ന് റിപ്പീറ്റ് ചെയ്യോ? പിന്നെന്താ? സെക്ഷൻ 149 പറയുന്നു, പബ്ലിക് കമ്പനിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ക്വസ്റ്റ്യൻ തരുന്നു, എന്റെ പബ്ലിക് കമ്പനിയിൽ 6 ഡയറക്ടേഴ്സ് ഉണ്ട്, 6 പേരും റിസൈൻ ചെയ്തു, ബാക്കി 0 ഡയറക്ടേഴ്സ്. കമ്പനി എങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ക്വാറം ഉണ്ടോ ഇവിടെ? ക്വാറം ഉണ്ടെങ്കിൽ നമുക്ക് ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു ഡയറക്ടറിനെ കൂടെ അപ്പോയിന്റ് ചെയ്യാം അല്ലെ? ക്വാറം ഇല്ല, 0. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? റെസിഗ്നേഷന്റെ സെക്ഷൻ എടുത്ത് നോക്കുക, സെക്ഷൻ 168. അതിനകത്ത് 168 സബ്സെക്ഷൻ, ഏറ്റവും ലാസ്റ്റ് സബ്സെക്ഷൻ ആണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഡയറക്ടേഴ്സും റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രൊമോട്ടേഴ്സിനെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യും, ഡീംഡ് ഡയറക്ടേഴ്സ്. ഇനി പ്രൊമോട്ടേഴ്സ് ഇല്ലെങ്കിലോ സെൻട്രൽ ഗവൺമെന്റ് ആ കമ്പനിയിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. പുതിയ ഡയറക്ടേഴ്സിനെ അവർ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ. അത് എവിടെ നിന്ന് എടുത്ത ഞാൻ ആൻസർ? 168 ലിങ്ക് ചെയ്തു. ക്ലിയർ ആണോ? ഇനി പറഞ്ഞ ഒരുപാടുണ്ടടാ. ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു എങ്ങനെയാ പഠിക്കേണ്ടതെന്നുള്ള. മനസ്സിലായി? കോൺസെപ്റ്റ് പഠിക്കുക, കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക, ലിങ്ക് ചെയ്ത് പഠിക്കുക, പിന്നെ ആസ്ക് ചെയ്യുക ഫർദർ, അത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദിക്കുക. മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ്. കമ്പനീസ് ആക്ടിന് 2 ഒബ്ജക്റ്റീവേ ഉള്ളൂ. ഒന്നുകിൽ കമ്പനീസിനെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഗ്രോത്തിലേക്ക് എത്തിക്കുക, അതല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആരെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക. സ്പെഷ്യൽ റെസൊല്യൂഷനും ഓർഡിനറി റെസൊല്യൂഷനും എടുക്കേണ്ട കേസസും പറഞ്ഞു, എങ്ങനെയാണത് തിരിച്ചറിയേണ്ടതെന്നുള്ളത്. ഓക്കെ ആണോ? പിന്നെ ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ.
എക്സാം എഴുതുന്ന കാര്യത്തിനെ കുറിച്ച് പറയണം അല്ലേ? പേടിച്ചു പോയാടോ ഇത്രയും പറഞ്ഞപ്പോ? കുഴപ്പമുണ്ടോ? ഇല്ല സർ. ഇല്ല, കോൺസെപ്റ്റ് ക്ലിയർ ആയി. ശരി, വെരി ഗുഡ്. അപ്പൊ ഇനി എക്സാമിന്റെ കാര്യത്തിലേക്ക് വരാം. എടാ, ഞാൻ പഠിച്ചൊരു മെത്തേഡ് വെച്ചിട്ട് എനിക്ക് 100% ഷുവർ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, മാക്സിമം റിവൈസ് ചെയ്യാം. ഒരു പ്രാവശ്യം നിങ്ങൾ 100% പോർഷൻസും കവർ ചെയ്തിട്ട് പോയി എക്സാം എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഒരു 70 ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്തോ, വേണ്ടെന്നല്ല ഞാൻ പറയണേ കേട്ടോ. അത് സോറ് പറഞ്ഞല്ലോ മുഴുവൻ കവർ ചെയ്യണ്ടെന്ന്, അങ്ങനെയല്ല. 70% കവർ ചെയ്താലും ശരി, 60% കവർ ചെയ്താലും ശരി, എക്സാം പാസ്സാക്കാൻ പറ്റും. എന്താ ചെയ്യണ്ടേ? ഈ കവർ ചെയ്ത ടോപ്പിക്സ് ഒരു 5 to 6 ടൈംസ് റിവൈസ് ചെയ്യാം. ബാക്കി 40% നിങ്ങൾ കണ്ണു അടച്ചു കിട്ടും. 50 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും, 40-ന് മുകളിൽ ഉറപ്പായിട്ടും കിട്ടും, 50 മാർക്കും കിട്ടും. ഇത്രയും റിവിഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്യുക. ഈ ഞാൻ പറഞ്ഞ പോലെ കോൺസെപ്ച്വലി പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടും. ഇത് തന്നെ ഒരു 80% ആക്കി കഴിഞ്ഞാൽ 60+ ഉറപ്പ്. എക്സെപ്ഷൻ ഗ്യാരണ്ടി. ഓക്കെ ആണോ? പിന്നെ അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ എന്റെ എക്സാമ്പിൾ തന്നെ പറയാം. നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലേ പേപ്പർ ഉള്ള? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. 60% തിയറി, 40% പ്രോബ്ലം, അങ്ങനെയാണോ ഇപ്പോഴും? ആണോടാ? പറയടാ. അറിയത്തില്ല. ഓക്കെ, ഫൈൻ. ഞാൻ എന്റെ പെർഫെക്റ്റ്ലി ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയണേ. ഞാൻ 60% എനിക്ക് പ്രോബ്ലം പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി പാടാ. ഞാൻ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താലും തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ 60%-നുള്ള തിയറി പാർട്ട് ഞാൻ ഫുള്ളി പഠിച്ചു. ഈ പറഞ്ഞ പോലെ റിവൈസ് ചെയ്ത് പഠിച്ചു. ഈ പ്രോബ്ലം 40%-ൽ ഞാൻ ഒരു 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു. CS എക്സാമിനാണ് 6 മാർക്കിന്റെ, അത് മാത്രമേ പഠിച്ചോളൂ. 36 മാർക്ക് ക്വസ്റ്റ്യൻ എനിക്ക് ലീവ് ചെയ്യേണ്ടി വന്നു. കറക്റ്റ് ഈ 6 മാർക്കിന് അതേ ക്വസ്റ്റ്യൻ വന്നു. ഈ 60 മാർക്കിന്റെ ക്വസ്റ്റ്യനും എനിക്ക് എല്ലാം അറിയായിരുന്നു. 36 മാർക്ക് ഞാൻ ലീവ് ചെയ്തതാ. എക്സാമിന് 60 മാർക്സ്, കറക്റ്റ് 60 മാർക്ക് വന്നു. 66 മാർക്കിനെ ഞാൻ എഴുതിയിട്ടുള്ളൂ, 60 മാർക്ക് വന്നു. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ വരുന്നു, അത് വിടുന്നു. അതുകൊണ്ടല്ല നിങ്ങൾ തോക്കണമെന്നല്ല, അതുകൊണ്ടല്ല നിങ്ങൾക്ക് മാർക്സ് കുറയുന്നത്. ഞാൻ തോറ്റത് കൊണ്ടാണ് ഈ തോക്കണം എന്ന് പറയുന്നത്. ഓക്കെ, 60, അതായത് നിങ്ങൾക്ക് അറിയാത്ത ചിലപ്പോൾ 20 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 30 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ലീവ് ചെയ്തു, അതുകൊണ്ടല്ല മാർക്സ് കുറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതുന്ന 5 മാർക്സ് ക്വസ്റ്റ്യനില് പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് 2 മാർക്ക് 1.5 മാർക്ക് വരും. ഇവിടെയാണ് നിങ്ങൾക്ക് മാർക്സ് കുറയുന്നത്. ഇത് നല്ലോണം റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്സ് വെച്ച് വരും, 2 മാർക്സ് എക്സ്ട്രാ. മനസ്സിലായി? ഇത് ഞാൻ യൂസ് ചെയ്ത ഒരു മെത്തേഡാണ്. എനിക്കിപ്പോ ഫുള്ളി പഠിക്കാൻ, ഞാൻ അത്ര ബ്രില്യന്റ് ഒന്നും അല്ല, ആക്ച്വലി ആവറേജ് കൈൻഡ് ഓഫ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ ക്ലിയർ ആയത്. പിന്നെ ഈ 5 to 6 ടൈംസ് റിവിഷൻസ് ഞാൻ ഇതുപോലെ പഠിച്ചിട്ടുള്ളപ്പോഴൊന്നും ഞാൻ തോറ്റിട്ടില്ല. എന്റെ എക്സ്പീരിയൻസ് ഞാൻ തോറ്റിട്ടില്ല. ഒരുപാട് തോറ്റിട്ടുണ്ട്, പഠിക്കാത്തപ്പോഴാണ് തോറ്റത്. വേറെ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ലക്ക് ഫാക്ടറും ഇല്ല. 6 ടൈംസ് റിവിഷൻ ഉണ്ടോ, ജയിച്ചിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ശരി, പിന്നെ ഒരു കാര്യം, 2 കാര്യങ്ങളും കൂടെ ഉള്ളൂ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫർദർ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണാം. ഓക്കെ, അടുത്ത സെഷൻ വരുന്നെങ്കിൽ കാണാം. ഓക്കെ, അതായത് ഇപ്പോ എന്താ പറഞ്ഞത്, എന്റെ ചാപ്റ്ററിലെ ക്ലാസ്, ഞാൻ ചാപ്റ്റർ ജോയിൻ ചെയ്തതാ കേട്ടോ. CS ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ചാപ്റ്ററിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാ. ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. 2010-ലാണ്, 10 or 11 ആണ്. ഓക്കെ, 2011 60 സ്റ്റുഡൻസ് ഉണ്ട്. ഇന്നിപ്പോ 2021, 10 വർഷമായി, 10 years. ഈ 10 വർഷത്തില് ഈ 60 പേരുള്ള ബാച്ചില് ഇപ്പോ 6 പേരാണ് കമ്പനി സെക്രട്ടറീസ്. ഭയങ്കര കിടിലമാണ് ഞാനെന്നല്ല ഞാൻ പറയാൻ വന്നത്. ഈ 54 പേർക്ക് എന്ത് പറ്റി? എന്നെക്കാളും ബ്രില്യന്റ് ആയിട്ടുള്ള, നമ്മളെ പോലെ, ഞാനും എന്റെ ഒരു വേവ് ലെങ്തിലുള്ള കുറച്ച് പേരുണ്ട്. അവരാണ് ഇവിടെ CS
ഇപ്പൊ ട്രിവാൻഡ്രത്ത് 20-25 CS ഉണ്ട്. അതിൽ 3 പേര് ഈ എന്റെ ബാച്ചിലുള്ളത്, എന്റെ വേവ് ലെങ്തിലുള്ള പിള്ളേർ, അധികം പഠിക്കത്തില്ല, ആവറേജ് സ്റ്റുഡൻസ്. ഒരുപാട് പഠിക്കുന്നവരുണ്ട് ഇതിനകത്ത്. എന്താ വ്യത്യാസം? നമ്മൾ കിടിലായണ്ടാണോ? അല്ല, നമുക്ക് തോൽവി ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ടാണ്. അതായത് വേറെ ഒന്നുമല്ലടാ, നമ്മൾ ചിലപ്പോ ഏതെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഈ 54 പേർക്കും പറ്റിയത് അതാണ്. അവർ വിട്ടുപോകും. കൺസിസ്റ്റന്റ് അല്ലാതെ പഠിക്കാതെ ഈ കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് വിട്ട് MBA അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. അതുകൊണ്ട് മാത്രമാണ് ഇവർ ക്ലിയർ ആവാത്തത്. വേറെ ഒരു റീസണും ഇല്ല. അവർ പഠിക്കാത്തത് കൊണ്ടോ അവർക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടോ അല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയാൽ നല്ലത്, അങ്ങനെ ഇരുന്നോട്ടെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാവരും ക്ലിയർ ആവും തന്നെ ഇരുന്നോട്ടെ, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻ കേസ് എപ്പോഴെങ്കിലും സാഹചര്യം നിങ്ങളെ ചോദ്യം ചെയ്യുന്നുവെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ എക്സാമും എഴുതാൻ നോക്കുക. ട്രൈ ചെയ്യുക, എല്ലാ എക്സാമും എഴുതാൻ നോക്കുക. ഒരു എക്സാം പോലും എഴുതാതെ വിടരുത്. പഠിച്ചില്ലെങ്കിലും പോയി എഴുതണം. എനിക്ക് 11 മാർക്സും കിട്ടിയിട്ടുണ്ട് 100-ല്. പഠിച്ചില്ലെങ്കിലും പോയി എഴുതണം. എഴുതിക്കൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും പാസ്സാവും. നിങ്ങളൊരു 60% പഠിച്ച എക്സാമിന് അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ അറ്റൻഡ് ചെയ്യുമ്പോൾ ലിബറൽ ആക്കിയിട്ടുണ്ടെങ്കിലോ അറിയത്തില്ല. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, ഫൈൻ. പിന്നെ ഇനി 2 കാര്യങ്ങളോട് ഇപ്പൊ തീർക്കാം. ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ആക്ട് എന്ന് എഴുതുമ്പോൾ ഒരിക്കലും സ്മോൾ എഴുതരുത്, ക്യാപിറ്റൽ എഴുതാവൂ. കമ്പനീസിന്റെ C ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അത് ഞാൻ വെറുതെ പറഞ്ഞു കളഞ്ഞു. എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് അറിയാം. നിർബന്ധമായും പെൻസിൽ വെച്ച് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്, നിങ്ങൾക്ക് തോന്നുന്ന ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണം പെൻസിൽ വെച്ചിട്ട്. അണ്ടർലൈൻ ചെയ്താലേ നിങ്ങൾ ആൻസർ കംപ്ലീറ്റഡ് ആയിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ 1/2 മാർക്ക് പോയി എന്നും വിശ്വസിക്കുക. ഓക്കെ ആണോ? ശരി. എല്ലാ ആൻസേഴ്സും മാക്സിമം ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതാൻ നോക്കുക. കമ്പനി ലോയ്ക്ക് ഒരു ബുള്ളറ്റ് പോയിന്റിൽ മാക്സിമം 2 സെന്റൻസസ് അല്ലെങ്കിൽ 4 ലൈൻ, 5 ലൈൻ, 2 സെന്റൻസസ് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? പിന്നെ ആൻസർ എഴുതുമ്പോ നിങ്ങൾക്ക് ഇതെല്ലാവരും പറയുന്നതാണ്, പക്ഷെ അതുപോലെ തന്നെ എഴുതണം. ആൻസർ എഴുതുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഈ രീതിയിൽ എഴുതാൻ നോക്കുക. ഒന്ന് ഒരു കേസ് സ്റ്റഡി പോലെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു മിസ്റ്റർ എ, മിസ്റ്റർ ബി, ഡയറക്ടർ ഓഫ് ദ കമ്പനി, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴൊക്കെ ആദ്യം നിങ്ങൾ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് എഴുതണം. ആസ് പെർ ദ റെലവന്റ് സെക്ഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതാണ്. സെക്ഷൻ നമ്പർ അറിഞ്ഞുണ്ടെങ്കിൽ റെലവന്റ് പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. സെക്ഷൻ നമ്പർ അറിയാമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഓക്കെ, കമ്പനീസ് ആക്ടില് ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് എന്താണ് പറയുന്നത് എന്ന് എഴുതുക. 2, ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നതെന്ന് എഴുതുക. അല്ലെങ്കിൽ തിരിച്ചു ആവും. ഇതിന് ഓർഡർ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ആദ്യം ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നതെന്ന് എഴുതുക, പിന്നെ കമ്പനീസ് ആക്ടിൽ എന്താണ് പറയുന്നത്, അത് റിലേറ്റ് ചെയ്ത് ആക്ടിനകത്ത് ഏത് സെക്ഷൻ ആണ് എന്താണ് പറയുന്നതെന്ന് എഴുതുക. പിന്നെ ലാസ്റ്റ് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എഴുതുക, നിങ്ങളുടെ കൺക്ലൂഷൻ. ഇങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത്. മനസ്സിലായോ? കമ്പനീസ് ആക്ടില് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് എന്താണ് പ്രശ്നം, ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് എഴുതുക, പിന്നെ കമ്പനീസ് ആക്ടിൽ എന്താണ് പറയുന്നതെന്ന് എഴുതുക, ആ സെക്ഷൻ നമ്പേഴ്സ് എഴുതുക, പിന്നെ ഇതിനൊരു കൺക്ലൂഷൻ, നിങ്ങൾ എന്താണ് പറയുന്നത്, ഒരു സൊല്യൂഷൻ കൊടുക്കുക. എല്ലാ ആൻസേഴ്സിനും സൊല്യൂഷൻ കൊടുക്കാൻ നോക്കുക. ഈ രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ ആണോ? ഐ ട്രൈ ടു ഗിവ് യു ആൻ എക്സാമ്പിൾ. നോക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഞാനിപ്പോ ചെറിയതായി ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ. Examine the validity of the following appointments. Mr. Roshan, together with one of his relatives, hold 3% of total voting power of XYZ Limited. റോഷനും റിലേറ്റീവ്സും കൂടെ ഒരുമിച്ച് ടോട്ടൽ വോട്ടിംഗ് പവറിന്റെ 3% ഹോൾഡ് ചെയ്യുന്നു XYZ Limited പബ്ലിക് കമ്പനി. The board of directors of the company appointed him as independent director. ഈ അപ്പോയിന്റ്മെന്റ് വാലിഡ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ്. എന്തെഴുതും? എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? കണ്ടോടാ, നിങ്ങൾ ഇത് കണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? ഇല്ലല്ലേ? ഇല്ല, ഞാൻ വിചാരിച്ചു എന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, നോക്കിയേ. മിസ്റ്റർ റോഷൻ together with one of his relatives hold 3% of total voting power of XYZ Limited. The board of directors appointed him as independent director. ഈ അപ്പോയിന്റ്മെന്റ് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാ ചോദ്യം. എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. നോക്കിയേ, ആദ്യം എന്ത് പറയണ്ടേ?
ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നു എന്ന് എഴുതുക. അതായത് ഇന്ന ആളുടെ പേരെന്തോന്ന് എ ആ. Mr. A has been appointed as independent director in this company and A together with his relatives holds 3% of total voting power. ആദ്യം അത് എഴുതുക. രണ്ടാമത് സെക്ഷൻ എഴുതുക. കമ്പനീസ് ആക്ടിൽ ഏത് സെക്ഷനാ? സെക്ഷൻ 149. സെക്ഷൻ അറിഞ്ഞുണ്ടെങ്കിൽ ആസ് പെർ കമ്പനീസ് ആക്ട് മതി. സെക്ഷൻ 149 സബ്സെക്ഷൻ 6 പ്രകാരം ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റഡ് ആവാൻ പോകുന്ന ആളും അയാളുടെ റിലേറ്റീവ്സും ചേർന്ന് മാക്സിമം 2% ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. 2%ൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അയാളെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത് എഴുതുക. എന്തെഴുതുക? ഹെൻസ് അപ്പോയിന്റ്മെന്റ് ഓഫ് മിസ്റ്റർ എ ഈസ് ഇൻവാലിഡ്. കഴിഞ്ഞു. മൂന്നായിട്ട് എഴുതുക. ഇതിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് 3 മാർക്സ് ഉണ്ടെങ്കിൽ ഇതിന് എന്തിനാ മാർക്ക് കുറയ്ക്കണേ? ഉറപ്പായിട്ടും 2 or 2.5 മാർക്സ് ഉറപ്പായിട്ടും കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ലാസ്റ്റ് ആയിട്ടൊരു കാര്യം കഴിഞ്ഞു. ഇനി പഠിപ്പിക്കുന്നൊന്നുമല്ല. എടാ, നിങ്ങൾക്ക് CS-ന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും അത് തന്നെ പറയും. നിങ്ങൾക്ക് സാലറി ഉണ്ട്, ഒരുപാട് വേക്കൻസി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ ഫൈൻ, ക്വാളിഫൈഡ് ആയ അടിപൊളിയാ. പക്ഷെ ഞാൻ പറയണ ഒറ്റ കാര്യം, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. കാര്യം ഫൈനൽ, അതായത് പ്രൊഫഷണൽ കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ എക്സാം അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വരുന്ന ദിവസം ഓഗസ്റ്റ് 25 രാവിലെ 11 മണി. ഇപ്പോഴും അങ്ങനെയല്ലേ അല്ലെ? ഇപ്പൊ ചിലപ്പോ കൊറോണ കാരണം മാറിയിട്ടുണ്ടാവും. രാവിലെ 11 മണിക്ക് റിസൾട്ട് നോക്കാനിരിക്കുമ്പോ അതിനകത്ത് പ്രേംകൃഷ്ണൻ MR ക്വാളിഫൈഡ് എന്ന് എഴുതി കാണിക്കുന്ന ആ സമയം, 11 മണിക്ക് നിങ്ങൾ റിസൾട്ട് നോക്കി ക്വാളിഫൈഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആ സമയം, ആ ഒരു 5 മിനിറ്റ് ലൈഫില് വേറെ എന്ത് സംഭവിച്ചാലും കിട്ടാത്ത 5 മിനിറ്റ്. എന്റെ സ്റ്റുഡൻസ് ഒത്തിരി CA ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്, ഒത്തിരി CS-കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഞാൻ ചോദിച്ച കാര്യം തന്നെയാണ്, ആ 5 മിനിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുള്ള സമയമാണ്. ഞാൻ എപ്പോ പറയുമ്പോഴും ഇപ്പൊ എന്തോ എനിക്ക് കണ്ണ് നിറയില്ല, എന്റെ കണ്ണ് നിറയും. ഞാൻ ആ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്തു എന്ന് ആലോചിച്ചു. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്ന 5 മിനിറ്റ് ആണ്. മനസ്സിലായില്ലേ? ആ 5 മിനിറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വേണോ കഷ്ടപ്പെടാം. ടേക്ക് ഇറ്റ് ഫ്രം മീ, ബിലീവ് മീ. ആ 5 മിനിറ്റ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്ന 5 മിനിറ്റ്, അതിനുവേണ്ടി എത്ര വേണോ കഷ്ടപ്പെടാം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ലിയർ ആണോ? മാത്രമല്ല, ആ 5 മിനിറ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എന്ത് മണ്ടത്തരവും ആൾക്കാർ വിശ്വസിക്കും. ചുമ്മാ പറഞ്ഞതാ. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ കാണുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഐ ഹാവ് എക്സ്പീരിയൻസ് ഇറ്റ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. ഞാൻ ഡൽഹിയിൽ ഒരു വർഷം സിവിൽ സർവീസ് പഠിക്കാൻ പോയത്, ഒരു പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്തത്. അപ്പൊ ആ സമയത്ത് അവിടെ പോകുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയി ഉടനെ ഞാൻ നേരെ ഡൽഹി പോയി പഠിക്കാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ജോലിയില്ല. ഞാൻ ജോലി ചെയ്തില്ല. ക്വാളിഫൈഡ് ആവുന്നവരെ ജോലി ചെയ്തു. അതിനുശേഷം ഒരു വർഷം ഡൽഹിയിലായിരുന്നു, ജോലി ഇല്ലാതെ പോയത്. അപ്പൊ നമ്മൾ അവിടെ ഉള്ള ആൾക്കാര് നമ്മളെ കാണുന്ന രീതി വേറെയാ. അത് കഴിഞ്ഞ് നമ്മുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ടോട്ടലി ചേഞ്ച് ആവും. അതും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ 5 മിനിറ്റ് മുതൽ അങ്ങോട്ടാണ്. അതിനു വേണ്ടിയിട്ട് എത്ര വേണോ പഠിക്കാം, എന്തുണ്ടെങ്കിലും ചോദിക്കാം. കഴിഞ്ഞു. വൈൻഡ് അപ്പ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരുവിധം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ലിമിറ്റഡ് ആണ്. എനിക്ക് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ പ്രേം സാർ.